നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ITC എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡയറക്റ്റ് ടാക്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് കടന്നു. ചിലപ്പോൾ നിങ്ങൾ രണ്ടും ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഈ ITC എന്ന് പറഞ്ഞത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ 4ാമത്തെ ലെക്ചർ ഡേ വരെ നിങ്ങൾ എത്തി. ഇവിടം വരെ നിങ്ങൾ പഠിക്കാനായിട്ട്, അതായത് ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മോർ ദാൻ 75% നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് തീർക്കാൻ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടം വരെ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സബ്ജക്റ്റ് അല്ല, എല്ലാ സബ്ജക്റ്റ് തീർക്കാനും കംപ്ലീറ്റ് ചെയ്യാനും ഇൻറ്റർമീഡിയറ്റ് പാസ്സാവാനും പറ്റും. നമുക്കറിയാം CMA പോലുള്ള ക്വാളിഫിക്കേഷനിൽ വരുന്ന സ്റ്റുഡൻസ് എല്ലാം എപ്പോഴും എല്ലാവരും ഒരു മെജോറിറ്റി സ്റ്റുഡൻസും ഒരു എബോ ആവറേജ് സ്റ്റുഡൻസ്, ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും സ്റ്റഡീസിൽ. ഇതുവരെ 10ലും +1ലും +2ലും ഡിഗ്രി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഒരു ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചാൻസ്. നിങ്ങൾക്ക് പോലും പലപ്പോഴും ടഫാണ്. 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ പാസ്സാവുന്നവരും 10 പേരോ 14 പേരൊക്കെ ആയിരിക്കും. ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിൽ 4, 5, 6 നമ്മൾ ഈ വിരലെണ്ണാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആയിരിക്കും പാസ്സാവുന്നത്. പക്ഷേ നമ്മളുടെ പാരൻസിനെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർ വിചാരിക്കുന്നത് നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഉഴപ്പയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ സംഭവം എന്ന്, നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു പെയിനും, അല്ലെങ്കിൽ നമ്മൾ ഈ ഗോ ത്രൂ ചെയ്യുന്ന ഈ പറയുന്ന സിറ്റുവേഷനൊന്നും മനസ്സിലാക്കാൻ പലപ്പോഴും അവർക്ക് പറ്റാറില്ല. ആൺപിള്ളേരുടെ കാര്യം പിന്നെയും കുഴപ്പമില്ല, അവർക്ക് കുറേ കൂടി എന്താ പറയുക, കുറച്ചൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ പെൺപിള്ളേരുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. അതായത് ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു, 2 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന, അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ഭയങ്കര അധികമായിരിക്കും. ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലി മേടിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണം. അതിനൊക്കെ ഈ പറഞ്ഞ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇവിടം വരെയൊക്കെ നിങ്ങൾ എത്തിയില്ലേ, ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. CMA ഇൻറ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഈ ഒരു അറ്റംപ്റ്റിൽ എക്സാം എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാവും എന്നുള്ള കാര്യം ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് വി വിൽ സ്റ്റാർട്ട് അവർ സെഷൻ. നമ്മൾ ഇൻകം ടാക്സ് അല്ല, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, ലാസ്റ്റ് സെഷൻ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റിവൈസ് ചെയ്യില്ല, എങ്കിലും നമുക്ക് സെക്ഷൻ നമ്പേഴ്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻസ് ആ ഓർഡറിൽ നമ്മൾ പഠിക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ശരി, അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾ പഠിച്ച സെക്ഷനിൽ സെക്ഷൻ 7ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. സെക്ഷൻ 2ൽ കുറേ ഐറ്റംസ് പഠിച്ചു, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്ഷൻ 7ലാണ്. സെക്ഷൻ 7ൽ എന്താ പറയുന്നത്, സെക്ഷൻ 7ൽ നമ്മുടെ സപ്ലൈ, സ്കോപ്പ് ഓഫ് സപ്ലൈ പറ്റിയിട്ടാണ് സെക്ഷൻ 7ൽ പറയുന്നത്. ഓക്കെ, സംശയമില്ല. സെക്ഷൻ 8ലോ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ. ശരി, സെക്ഷൻ 9ലോ ചാർജിങ് സെക്ഷനാണ്, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണോ അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് ആണോ അവിടെ ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 9ൽ നമ്മൾ പഠിച്ചത്. സെക്ഷൻ 10ലോ കോമ്പോസിഷൻ ലെവി, അല്ലെ, ഒരു ഓപ്ഷണൽ സ്കീമാണ് ടാക്സ് പേ ചെയ്യാനുള്ള, ലോവർ റേറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷണൽ സ്കീമാണ് സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ. 11 പഠിച്ചോ? ഇല്ല, 11 ഞങ്ങൾ പഠിച്ചില്ല. 11 ഞങ്ങൾ പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെച്ചേക്കാം. 11 അവിടെ ബാക്കി ഇപ്പോൾ ഉണ്ട്, എന്ത് എക്സംഷൻ. ശരി, നമ്മൾ പഠിച്ചില്ല, അത് നമുക്ക് അവിടെ ബാക്കി വെച്ചേക്കാം. ശരി, അത് കഴിഞ്ഞിട്ട് 12 ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, 13 ടൈം ഓഫ് സപ്ലൈ സർവീസ്, 14 എന്താണ് എഫക്റ്റീവ് ചേഞ്ച് ഇൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ടാക്സ്, അതായത് എന്തെങ്കിലും ഒരു സപ്ലൈ നടത്തി പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയില്ല, അതിന് മുന്നേ ടാക്സ് റേറ്റ് മാറി, അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റ് എടുക്കണം എന്നുള്ള കാര്യം ലോജിക്കലി നമ്മളൊരു വരയൊക്കെ വരച്ച് പഠിച്ചില്ലേ അത്. പിന്നെ സെക്ഷൻ 15 എന്താണ് വാല്യൂഷൻ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പഠിച്ചത്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എലിജിബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഫോർ ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് എലിജിബിലിറ്റി 16, 1, 2, 3, 4 എന്ന് പറഞ്ഞ് കുറേ പഠിച്ചു. അത് കഴിഞ്ഞ് 17 പഠിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 17, 1, 2, 3, 4, 5, അതിനിടയ്ക്ക് 5 നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്, അത് ബ്ലോക്ക് ക്രെഡിറ്റ്. 17 സബ്സെക്ഷൻ 5 നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 17 സബ്സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ക്രെഡിറ്റാണ്. ഓക്കെ, പിന്നെ 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 6 ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ബാക്കിയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്. 18 ഉണ്ട്, 90 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്. ശരി, ഇതിലതാ ഈ 18 ആണ് കുറച്ച് കണ്ടൻസ് ഉള്ളത്, കുറച്ചെങ്കിലും കണ്ടൻസ് ഉള്ളത്. 19, 20, 21 ഒക്കെ സിമ്പിളാണ്. ഇതിൽ 21 ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞ ISD ഇല്ലേ, ഈ ISD എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, നമ്മൾ ഇന്ന് പഠിക്കും, ഒരു 5 മിനിറ്റ് ഡിസ്കഷൻ. അതുപോലെ വർക്ക്സ് കോൺട്രാക്ട്, അതും ഇന്ന് പഠിക്കും, മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റത്തെ ഡിസ്കഷൻ. ഇതിൽ 18 സബ്സെക്ഷൻ 18ൻ്റെ കുറച്ച് സബ്സെക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 18, 1, 2, 3, 4, 5, 6 വരെ നമുക്ക് പഠിക്കാനുണ്ട്. ആ സബ്സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് കുറച്ച് ടൈം എടുക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യും. ടെക്സ്റ്റ് മൊത്തം നമുക്ക് എന്തെങ്കിലും കവർ ചെയ്യാനുണ്ടെങ്കിലോ എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമുക്ക് എൻഡ് ചെയ്യാം. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേയിൽ നമ്മൾ പഠിച്ച ഐറ്റം എന്താ നിങ്ങൾക്കൊന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ലാസ്റ്റ് ഡേയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത നോട്ട്സ് എടുക്കാം. ഇതല്ലേ നമ്മൾ ലാസ്റ്റ് ഡേയിൽ പഠിച്ചത്. സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല. ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ പഠിച്ചത് സെക്ഷൻ 17. സെക്ഷൻ 17 സബ്സെക്ഷൻ 1ൽ പറയുന്നത് നിങ്ങളൊരു ഇൻപുട്ട് ഗുഡ്സോ ഇൻപുട്ട് സർവീസോ
ഇൻപുട്ട് ഗുഡ്സോ ഇൻപുട്ട് സർവീസോ ഒരു നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ട് അലൗഡ്, ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൗഡ്. ശരി, അപ്പോൾ 17(2) എന്താ പറയുന്നത്? നമ്മുടെ ഇൻപുട്ട് ഗുഡ്സോ ഇൻപുട്ട് സർവീസോ ഒരു ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൗഡ്, ഒരു എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോട്ട് അലൗഡ്. എക്സാം സപ്ലൈക്കകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? നിൽ റേറ്റഡ്, സീറോ റേറ്റഡ്, നോൺ ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 ഐറ്റംസ് ഉണ്ട്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ട ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഈ 2 പോയിന്റില്ലേ, ഇവന്മാർ നമ്മൾ ഇന്ന് പഠിക്കുന്നതിനകത്ത് വീണ്ടും കയറി വരും. ശരി, കുഴപ്പമില്ല. അടുത്ത 17 സബ്സെക്ഷൻ 3 എന്താ പറയുന്നത്? 17 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം പറയുന്നത്. ശരി, അത് കഴിഞ്ഞിട്ട് റൂൾ 42 43 പറഞ്ഞു. റൂൾ 42 എന്താ പറയുന്നത്? അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ്. ശരി, 43 എന്താ പറയുന്നത്? അപ്പോർഷൻമെന്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, നോർമൽ ആണെങ്കിൽ ഇക്വേഷൻസ് ഇങ്ങനെയാണ്: ടി മൈനസ് T1 മൈനസ് T2 മൈനസ് T3. അപ്പോൾ എന്ത് കിട്ടും? C1 കിട്ടും. C1 മൈനസ് T4. അപ്പോൾ നമുക്ക് എന്നിട്ട് C2 കിട്ടും. C2 നിന്ന് D1 കണ്ടുപിടിക്കണം. D1 is equal to C2 into E/F. പഠിച്ച ഓർമ്മയുണ്ടോ? E/F. ശരി, അത് കഴിഞ്ഞ് D2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5% ഓഫ് C1. C1 അല്ല C2. 5% ഓഫ് C2. ഇതാണ് ഇക്വേഷൻ. ഇതൊന്നും വേണ്ട, നമ്മൾ അല്ലാണ്ട് തന്നെ പറയാം. ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിഫ്ലക്റ്റഡ് ഇൻ നമ്മുടെ GST 2B. ആ 2B റിഫ്ലക്ട് ചെയ്യുന്ന ടോട്ടൽ ക്രെഡിറ്റ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ് T1 കുറച്ച് കളയാം, എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈ T2 കുറച്ച് കളയാം, പിന്നെ എക്സ്ക്ലൂസീവ്ലി ഫോർ ബ്ലോക്ക് ക്രെഡിറ്റ് T3 അത് നമുക്ക് കുറച്ച് കളയാം. 17 സബ്സെക്ഷൻ 5. ശരി, അപ്പോൾ നമുക്ക് എന്തും C1 കിട്ടും. C1നകത്ത് എന്തൊക്കെയുണ്ട്? കോമൺ ക്രെഡിറ്റ് ഉണ്ട്, ടാക്സബിൾ പോർഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടാക്സബിൾ പോർഷൻ നമുക്ക് കുറച്ച് കളയാം. എന്താണ്? ടാക്സബിൾ ആസ് വെൽ സീറോ റേറ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള T4 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതിന് നമുക്ക് കുറച്ച് കളയുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ആക്ച്വൽ കോമൺ ക്രെഡിറ്റ് കിട്ടും. ഈ T4ന് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. കാരണം ആ GST നമുക്ക് ആ ITC നമുക്ക് അലൗഡ് ആണ്. ഇനി നമുക്ക് കോമൺ ക്രെഡിറ്റിൽ അലൗഡ് ആയിട്ടുള്ള ITC കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ശരി, അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? GST അല്ലെങ്കിൽ കോമൺ ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടുവേഴ്സ് എക്സാം സപ്ലൈ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? D1 is equal to E/F into C2 അല്ലെങ്കിൽ C2ൽ നിന്ന് E/F ആ ഒരു പ്രപ്പോർഷൻ കണ്ടുപിടിക്കാം. E/F എന്ന് പറഞ്ഞാൽ കാരണം റെലവൻറ്റ് പീരീഡിലേക്ക് ഉള്ളതെടുക്കാം. ഇനി സപ്പോസ് റെലവൻറ്റ് പീരീഡിൽ ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള E/F നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ ഈ പോയിന്റ് എല്ലായിടത്തും കയറി വരത്തില്ല. ഈ നോട്ട് നമ്പർ 2 എന്താ പറയുക? എക്സാം സപ്ലൈ നമ്മുടെ ഈ പറഞ്ഞ സപ്ലൈക്കകത്ത് ഒരിക്കലും എന്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട? എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, അതുപോലെ നമ്മുടെ സെയിൽസ് ടാക്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശരി, പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? സിമ്പിളായിട്ട് പഠിക്കുകയാണെങ്കിൽ D2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് D1 കമ്പൽസറിയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യണം. വൺസ് ഒരു മന്ത് ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ എടുക്കണം, നെക്സ്റ്റ് മന്തും ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ, അതിന് മുന്നത്തെ മാസത്തിൻ്റെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. E/F എല്ലാ മാസവും ചെയ്യണം D1. D2 എല്ലാ മാസവും ചെയ്യണോ? വേണ്ട. എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു സപ്ലൈ നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട്, നോൺ ടാക്സബിൾ പർപ്പസിന് വേണ്ടിയിട്ട്, നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം D2 ചെയ്താലേ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ക്വാണ്ടം ഓഫ് എലിജിബിൾ ITC എന്ന് പറഞ്ഞാൽ എന്താ? C2 മൈനസ് D1 പ്ലസ് D2 പ്ലസ് എന്ത് കിട്ടും നമുക്ക്? T4 നമുക്ക് അലൗവബിൾ ആണ്. ഓക്കെ, ശരി, ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. പിന്നെ 43 ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം സിമ്പിളാണ്. ഒരു അസറ്റിൻ്റെ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 60 months ആണ്, 60 മാസമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുഡ്സ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ITCയും അറ്റ് ദ മന്ത് ഓഫ് പർച്ചേസ് അല്ലെ സപ്ലൈ നടന്ന മാസം തന്നെ ഫുൾ ITCയും അലൗഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ടോട്ടൽ ITCനെ ഡിവൈഡ് ബൈ 60 ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മന്തിൻ്റെ ITC കിട്ടത്തിലേക്ക് കിട്ടും. ഈ ഒരു മന്തിന് ITC നേരത്തെ പറഞ്ഞ നമുക്ക് E/F ചെയ്യുക, എന്നിട്ട് ആ എമൗണ്ടിനെ റിവേഴ്സ് ചെയ്യാം. GST 3Bയിൽ നമ്മൾ റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ITC റിവേഴ്സ് ചെയ്യണം. GSTR 3Bയിൽ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ബാക്ക് ചെയ്യണം. ചെയ്യണം. മറ്റേ 2 പ്രൊവിഷൻസും സെയിം ആണ് ഇവിടെ. ശരി, പിന്നെ നോട്ടിഫിക്കേഷൻ പഠിച്ചു അല്ലേ? ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ഈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പഠിച്ചില്ലേ? അത് തന്നെ. ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസിനൊക്കെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ 42 43ലേക്ക് പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് അവേ അവരുടെ കോമൺ ക്രെഡിറ്റിൻ്റെ 50% അലൗഡ്, ബാക്കി 50% ലാപ്സ് ആയി പോകും. ഇതല്ലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞു, ഇന്ന് നമ്മൾ സെക്ഷൻ 18 19 20 21 പഠിക്കും. ഇത്രയും സെക്ഷൻ പഠിക്കണോ? തോന്നിയുണ്ടല്ലോ പഠിക്കാൻ. ഒരുപാടൊന്നുമില്ലടാ, സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. കുറച്ച് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. എഴുതി വെക്കുമ്പോൾ സെക്ഷൻ നമ്പേഴ്സ് പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. 18 19 20 കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സെക്ഷൻസൊക്കെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞുതരട്ടെ എന്നാണ് പറഞ്ഞുതരാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകണം. ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? പഠിക്കാനായിട്ട് പോണത്. ഞാനത് പ്രൊവിഷൻ വായിക്കാം, ദെൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രൊവിഷൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കറക്റ്റാണോ നോക്കാം. ശരി, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. സെക്ഷൻ 18 ഓഫ് CGS Act 2017. ഓക്കെ, സെക്ഷൻ 18 സബ്സെക്ഷൻ 1. 18 കുറേ സബ്സെക്ഷൻസ് ഉണ്ട്. അതിലെ സബ്സെക്ഷൻ 1 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റഡ് ടു സച്ച് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. A.
സബ്സെക്ഷൻ 1-ൻ്റെ A ആണ് ഫസ്റ്റ് ക്ലോസ്. ഓക്കെ, എ പേഴ്സൺ ഹു ഹാസ് അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട്, ഓക്കെ, വിത്തിൻ 30 days, വിത്തിൻ 30 days, ഈ ഡേറ്റ് ഓർത്ത് വെച്ചോ, വിത്തിൻ എത്ര ദിവസം? 30 days, വിത്തിൻ 30 days. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞേ അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് വിത്തിൻ 30 days, within 30 days from the date on which he becomes liable for registration and he has granted such registration shall be entitled to take credit of input tax in respect of input held as stock, അതുപോലെ input contained in semi finished goods അല്ലെങ്കിൽ finished goods held as stock on the date immediately preceding, okay, the date from which he become liable for അല്ലെങ്കിൽ liable to pay tax under the provision of this act. എന്താ സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഇതാ നോക്കിയോ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതാ നോക്കിയോ, ഇതാണ് നമ്മുടെ ടൈം ലൈൻ. നമ്മുടെ ടൈം ലൈനാണിത്. വെറുതെ ഒരു ടൈം ലൈൻ വരയ്ക്കുകയാണേ. ഓക്കെ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ജാനുവരി 1-ന് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ശരി, ഒരു മാർച്ച് ഏപ്രിൽ മെയ് 1 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 20 ലക്ഷം ക്രോസ് ചെയ്തു. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ 20 ലക്ഷം രൂപ എപ്പോഴാണോ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ചേഞ്ചസ് ഉണ്ട്, നമുക്ക് രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചേക്കാം, ഒരാൾ 20 ലക്ഷം രൂപ സെയിൽസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. എന്നാൽ 20 ലക്ഷം അച്ചീവ് ചെയ്യുന്നത് മെയ് 1-നാണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂൾ എന്താ? ഇത് കഴിഞ്ഞിട്ട് ഈ മെയ് 1 കഴിഞ്ഞിട്ട് വിത്തിൻ 30 days, വിത്തിൻ എത്ര ദിവസം? 30 days. വിത്തിൻ 30 daysനുള്ളിൽ എന്ത് ചെയ്യണം? അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ഇതാണ് നമ്മുടെ റൂള്. എന്താ? നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ശരി, അപ്പോൾ ഈ പുള്ളിക്കാരൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് മെയ് 10-നാണ്. മെയ് 10-ന് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ വാല്യൂ ഇതെല്ലാം ഓക്കെ ആക്കിയിട്ട് ഒരു മെയ് 25 ആക്കിയ സമയത്ത് ഇയാൾ എന്തായി മാറി? രജിസ്റ്റേർഡ് പേഴ്സണായി മാറി. ഇതേ സെയിം സാധനം ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇതിന് മുന്നേയും പഠിപ്പിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഈ സെയിം ടൈമിലെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? അപ്പോൾ ഇയാൾ ടാക്സബിൾ പേഴ്സൺ ആവുന്നത് എന്നോട്ടാ? ടാക്സബിൾ പേഴ്സൺ ആവുന്നത് ഈ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയ മെയ് 1 തൊട്ടാ. ശരി, ഇനി നമുക്ക് ITCയെ പറ്റി പറയാം. ഒരാൾ ഒരു നോൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണ്. അയാൾക്ക് ITC എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ? ഇല്ല. ITC എടുക്കാനുള്ള കണ്ടീഷൻസും എലിജിബിലിറ്റിയും ഒക്കെ നമ്മൾ സെക്ഷൻ 16 മുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പറയുന്നത് അ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് മാത്രമാണ് ITC എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ശരി, ഇവിടെ ഈ പുള്ളിക്കാരൻ ജാനുവരി 1-ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് GST രജിസ്ട്രേഷൻ എടുത്തോ? ഇല്ല. വേണമെങ്കിൽ അയാൾക്ക് ജാനുവരി 1 തൊട്ടേ രജിസ്ട്രേഷൻ എടുക്കാം. അതിന് നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? വോളണ്ടറി രജിസ്ട്രേഷൻ. ഇവിടെ പുള്ളിക്കാരൻ വോളണ്ടറി രജിസ്ട്രേഷൻ ഒന്നും എടുത്തില്ല. എന്താ ചെയ്യുന്നത്? 20 ലക്ഷം ടേൺ ഓവർ ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ. ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് എടുക്കാം? എൻ്റെ GST രജിസ്ട്രേഷൻ എടുത്തോളാം. ശരി, അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 20 ലക്ഷം ടേൺ ഓവർ എക്സീഡ് ചെയ്തപ്പോൾ അയാൾ ലയബിൾ ഫോർ രജിസ്ട്രേഷനായി, അയാളൊരു ടാക്സബിൾ പേഴ്സണായി. പക്ഷേ രജിസ്റ്റേർഡ് പേഴ്സൺ ആയോ? ഇല്ല. ഇയാൾ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ GSTക്ക് വേണ്ടിയിട്ട് അപ്ലൈയും ചെയ്തു. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്തായി മാറി? ഒരു രജിസ്റ്റേർഡ് പേഴ്സണായി. അപ്പോൾ ഈ പറയുന്ന മെയ് 25-നാണ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയെങ്കിൽ മെയ് 25 ഓൺവേർഡ്സ് ഇങ്ങോട്ടുള്ളത് എല്ലാത്തിനും ITC അലൗഡ് ആണ്. ITC അലൗഡ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ? അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ അയാളുടെ കയ്യിൽ കറൻ്റ്ലി ഉള്ള കുറേ ഇൻപുട്ട് ഗുഡ്സുകളുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തുണ്ട്? കുറേ ഇൻപുട്ട് ഗുഡ്സുകൾ കയ്യിലുണ്ട്. അത് റോ മെറ്റീരിയൽ ആയിട്ടും കയ്യിലുണ്ട്, അതുപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും കയ്യിലുണ്ട്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും കയ്യിലുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. ഇത് കൂടാണ്ട് എന്തുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ അസറ്റ്, എൻ്റെ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ സർവീസും ഉണ്ട്. സർവീസ് സ്റ്റോക്കായിട്ട് നമുക്ക് ഹെൽഡ് ചെയ്യാൻ വെക്കാൻ പറ്റത്തില്ലല്ലോ. ശരി, അപ്പോൾ ഈ ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഗുഡ്സും ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. ഇൻപുട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക്, റോ മെറ്റീരിയൽ ആയിട്ടും സെമി ഫിനിഷ്ഡ് ആയിട്ടും അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂള് പറയുന്നത് എന്നറിയാമോ? നമ്മളിപ്പോൾ പഠിക്കുന്ന 18 സബ്സെക്ഷൻ 1-ന്റെ ക്ലോസ് A പറയുന്നത് എന്നറിയാമോ? ഒരാൾ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഒരു ടാക്സബിൾ പേഴ്സൺ 30 ഡേയ്സിനുള്ളിൽ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയിട്ട് 30 ഡേയ്സിനുള്ളിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്താൽ മതി, ഗ്രാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യാം? പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ലയബിളായ ദിവസമില്ലേ? എന്നാൽ മെയ് 1-ന് തൊട്ട് മുന്നേ ഉള്ള ദിവസം, ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ഡേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ ഏപ്രിൽ അല്ലേ?
ഏപ്രിൽ 30 ഉള്ളൂ. ഏപ്രിൽ 31 ഉണ്ടോ? ഇല്ലല്ലോ. ഏപ്രിൽ 30, അതായത് ഈ മെയ് 1 ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആണെങ്കിൽ തൊട്ട് മുന്നത്തെ ദിവസം ഏപ്രിൽ 30 പുള്ളിക്കാരൻ്റെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? എന്ത് സ്റ്റോക്ക്? ഇൻപുട്ട് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്. പിടി കിട്ടിയോ? അതായത് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും, അതായത് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള സാധനങ്ങൾ മാത്രം. ക്യാപിറ്റൽ ഗുഡ്സിന് അലോ ചെയ്യോ? ഇല്ല. ഈ പറയുന്ന ഗുഡ്സ് എത്രയാണോ അത്രയും ഗുഡ്സുകൾക്ക് പുള്ളിക്കാരനെ ഈ പറഞ്ഞ ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആവുന്നതിന് തൊട്ട് മുന്നേ ദിവസം എത്ര ഗുഡ്സ് കയ്യിലുണ്ടോ അത്രയും ഗുഡ്സിന് ITC അലൗഡ് ആണ്. അത്രയും ഗുഡ്സിന് ITC പുള്ളിക്കാരൻ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മെയ് 25 ശേഷം ITC അലോ ചെയ്യാം. മെയ് 25 ശേഷം രജിസ്റ്റേർഡ് പേഴ്സൺ ആയതിനു ശേഷം ITC അലോ ചെയ്യാം. ആ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പോകെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് പോകുക. അതായത് ജാനുവരിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, മെയ് 1 20 lakhs എന്ന് പറഞ്ഞ ടേൺ ഓവർ ലിമിറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. വിത്തിൻ 30 daysനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അത്രേ ഉള്ളൂ. രജിസ്ട്രേഷൻ എന്ന് ഗ്രാൻഡ് ആവുന്നതുള്ള കാര്യമില്ല. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ബിസിനസിൻ്റെ ഓതൻറ്റിസിറ്റി ഒക്കെ ചില സിറ്റുവേഷൻസിലൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാൻഡ് ചെയ്യുള്ളൂ. ചിലപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഫേക്ക് ആണെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അത് വാലിഡ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ അവർ തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്യുമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ 30 daysനുള്ളിൽ നടക്കണം നിർബന്ധമില്ല. 30 daysനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ക്യാൻ അവൈൽ ITC ഓഫ് എന്ത്? ഇൻപുട്ട് ഗുഡ്സ്, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക്. എന്ന് നമ്മൾ ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആയ ഡേയുടെ ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഡേ, തൊട്ട് മുന്നേ ഉള്ള ദിവസം, അന്ന് അയാളുടെ കയ്യിൽ എത്ര ഗുഡ്സ് ഉണ്ടോ അത്രയും ഗുഡ്സുകൾക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ക്ലെയിം ചെയ്യാൻ പറ്റുക രജിസ്റ്റേർഡ് പേഴ്സൺ ആയതിനു ശേഷം. എന്ന് തൊട്ടുള്ള ഗുഡ്സ്? ഈ പറഞ്ഞ ഏപ്രിൽ 30 തൊട്ടുള്ള ഗുഡ്സിനെ ലൈബിലിറ്റി നമ്മുടെ ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിച്ച ഐറ്റം തന്നെയാണ് ഇവിടെ നോക്കി. സെക്ഷൻ 18 സബ്സെക്ഷൻ 1 ഓക്കെ പറയുന്നത് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ചെയ്യണം. ഒരു ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യണം വിത്തിൻ എത്ര ദിവസം? 30 daysനുള്ളിൽ. എന്ത് 30 daysനുള്ളിൽ? ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആയതിന് 30 daysനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തെടുക്കാം? ITC എന്തെടുക്കാം? ഇൻപുട്ട് ഹെൽഡ് ആസ് സ്റ്റോക്ക്, ഇൻപുട്ട് കണ്ടെയ്നിങ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഓൺ ഏത് ദിവസം? ഓൺ ദ ഡേറ്റ് ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേ ഫ്രം വിച്ച് ഹി ഈസ് ലൈബിൾ ഫോർ പേയിങ് ടാക്സ്. ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ ആയ ദിവസത്തിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം അന്ന് അയാളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അത്രയും സ്റ്റോക്കിന് അയാൾക്ക് എന്തെടുക്കാം? നമ്മൾ ഈ പറഞ്ഞ ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എഴുതി വെച്ചേക്കുന്നുണ്ടോ? എന്താണ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്? എന്താ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതായത് നോ ITC ഫോർ ഇൻപുട്ട് സർവീസസ്, അതുപോലെ നോ ITC ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. അതിൻ്റെ അർത്ഥം 18 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ പറയുന്നത് ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ? ഫോർ ഇൻപുട്ട് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻക്ലൂഡിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ശരി, മനസ്സിലായി. ശരി, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വോളണ്ടറി രജിസ്ട്രേഷൻ്റെ കാര്യം? വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ പറഞ്ഞില്ലേ? എന്താ വോളണ്ടറി രജിസ്ട്രേഷൻ? നമ്മുടെ ടൈം ലൈനാണ്. ഞാൻ എൻ്റെ ബിസിനസ് ജാനുവരി 1 നേരത്തെ പോലെ ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഞാൻ എൻ്റെ ബിസിനസ് എന്താ പോവാ? ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്കറിയാം, അതായത് എൻ്റെ ബിസിനസ്സിന് മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അതിന് കുറേ മെഷീനറീസ് വേണ്ടി വരും, എനിക്ക് കുറേ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്തിനാണ് ഞാൻ 20 ലക്ഷം വരെ കാത്തിരിക്കുന്നത്? 20 ലക്ഷം വരെ ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ മേടിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സുകൾക്കൊന്നും എനിക്ക് ITC കിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും വലിയ മെഷീനറികളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിന് ഞാൻ ഓൾറെഡി GST പേ ചെയ്യുന്നുണ്ടാവും. ആ GSTയുടെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് അറിവുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ജാനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു. ഞാനങ്ങ് എടുത്തു. എന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ ഞാൻ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു. ശരി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് ഞാൻ വോളണ്ടറി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ജാനുവരി ഒരു 25. ജാനുവരി 25 എനിക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ എന്താവുന്നത്? രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? അന്ന് മുതലാണ് ഞാൻ എന്താവുന്നത്? രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആണോ? ഇല്ല, ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ആയില്ല. ഞാൻ വോളണ്ടറി രജിസ്ട്രേഷൻ ഞാൻ എടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റൂൾ എന്താണെന്നറിയാമോ? ഇവിടുത്തെ റൂള്, നിങ്ങൾ വോളണ്ടറി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് എന്നാണോ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നത്, അതായത് എന്നാണോ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്ന അന്നിൻ്റെ, അത് എക്സാക്ട്ലി രജിസ്ട്രേഷൻ കിട്ടിയ ദിവസത്തിൻ്റെ പ്രിസീഡിംഗ് ഡേ എന്ന് പറഞ്ഞതാണ് ജാനുവരി 24. ജാനുവരി 24 നിങ്ങളുടെ കയ്യിലുള്ള ഇൻപുട്ട് റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇതിൻ്റെ എന്തെടുക്കാൻ പറ്റും? ഇതിൻ്റെ ITC നമുക്ക് ക്ലെയിം ചെയ്യാം. അതിൻ്റെ അകത്ത് സർവീസിൻ്റെ എടുക്കാൻ പറ്റുമോ? ഇല്ല, സർവീസിൻ്റെ എടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എടുക്കാൻ പറ്റുമോ? ഇല്ല, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല.
പിടിയോ? അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ ആയതിനു ശേഷമുള്ളതിൻ്റെ ഇൻപുട്ട് ഗുഡ്സിൻ്റെയും ഇൻപുട്ട് സർവീസിൻ്റെയും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഒക്കെ നമ്മൾ ഇതുവരെ പഠിച്ച റൂൾസ് അനുസരിച്ച് എടുക്കാം. ഇതിന് മുന്നേ പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്തിനെ മാത്രമേ എടുക്കാൻ പറ്റൂ? ഇൻപുട്ട് ഗുഡ്സിൻ്റെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും മാത്രമേ നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റൂ. ശരി, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എ പേഴ്സൺ who takes registration under subsection 3 of section 25, അതായത് വോളണ്ടറി രജിസ്ട്രേഷൻ. സെക്ഷൻ നിങ്ങൾക്ക് അറിയില്ല, പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഷാൽ ബി എൻറ്റൈറ്റിൽ ടു ടേക്ക് ക്രെഡിറ്റ്. പുള്ളിക്കാരൻ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. എന്തിൻ്റെ? ഇൻപുട്ട് ഹെൽഡ് ആസ് സ്റ്റോക്ക്, ഇൻപുട്ട് കണ്ടെയ്നിങ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാ ഓൺ ദ ഡേറ്റ് ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡിങ് സച്ച് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഉള്ള ഈ പറഞ്ഞ സ്റ്റോക്സിൻ്റെയൊക്കെ എന്തെടുക്കാൻ പറ്റും? ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എന്തിൻ്റെ പറ്റില്ല? ഇൻപുട്ട് സർവീസിൻ്റെ പറ്റില്ല, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പറ്റില്ല. ഇൻപുട്ട് സർവീസിൻ്റെ പറ്റില്ല, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും പറ്റില്ല. പിടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായി. ആദ്യമേ പഠിച്ചത് നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തു, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. രണ്ടാമത് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ ചെയ്തു, അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ആദ്യത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ടാക്സബിൾ പേഴ്സൺ ആവുന്നത് എന്നാണോ, ലയബിൾ ഫോർ രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്നാണോ, ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആവുന്നത് ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നത് എന്നാണോ, അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം അന്ന് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഗുഡ്സിൻ്റെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ITC നമുക്ക് രജിസ്റ്റേർഡ് പേഴ്സൺ ആയതിനു ശേഷം ക്ലെയിം ചെയ്യാം. ഇനി രണ്ടാം സിറ്റുവേഷനിലാണെങ്കിലോ നമ്മൾ അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് ആവുന്ന ദിവസത്തിന് തൊട്ട് മുന്നേ നമ്മുടെ കയ്യിൽ എത്ര ഇൻപുട്ട് ഗുഡ്സ് ഉണ്ടോ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടോ, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടോ, ഇതിൻ്റെയൊക്കെ നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിടിയിട്ടോ? സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ അല്ലേ? പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ നിങ്ങൾ നോക്കി. നമ്മുടെ ക്ലോസ് C പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇതല്ല നമ്മുടെ ടൈം ലൈൻ. അവിടെ ഇതാണ് നമ്മുടെ ടൈം ലൈൻ. വീണ്ടും നമ്മുടെ ടൈം ലൈനാണ്. ഓക്കെ, ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ജാനുവരി, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ജാനുവരി 1 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മെയ് 1 ഞാൻ എന്ത് ചെയ്തു? 20 ലക്ഷം രൂപ ടേൺ ഓവർ എക്സീഡ് ചെയ്തു. 20 ലക്ഷം രൂപ ടേൺ ഓവർ ഞാൻ എക്സീഡ് ചെയ്തു. ഇപ്പം ഞാൻ എന്തായി മാറി? ലയബിൾ ഫോർ രജിസ്ട്രേഷനായി മാറി. ലയബിൾ ഫോർ രജിസ്ട്രേഷനായി മാറി. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ശരി, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ, ഇവിടെ ഒരു 30 ഡേയ്സ് ഉണ്ട്, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഇതുവരെ കറക്റ്റ് അല്ലേ? ഇതുവരെ വളരെ കറക്റ്റാണ്. ശരി, ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യൂലേ? അപ്ലൈ ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞേ GST REG 01. ശരി, ഞങ്ങൾ പഠിച്ചതാ GST REG 01, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ ഇതിനകത്ത് പഠിച്ചതാ. ശരി, ഈ GST REG 01 എന്ന് പറഞ്ഞ ഫോമിനകത്ത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ശരിയാ, ഞങ്ങൾ പഠിച്ചതാ. കോമ്പോസിഷൻ സ്കീം പഠിച്ച സമയത്ത് GST REG 02, 01, അതിൻ്റെ പാർട്ട് ബിയിൽ ഒരു ഓപ്ഷൻ കാണും, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് കൊടുത്താൽ മതി. അവിടുന്ന് ടിക്കറ്റ് കൊടുത്താലേ മതി. അപ്പം ഞാൻ എന്ത് ചെയ്തു? GST REG 01 അതുപോലെ പാർട്ട് ബിയിൽ കോമ്പോസിഷൻ സ്കീം അതുപോലെ കോമ്പോസിഷൻ സ്കീം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു. വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായി? ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണായി മാറി. കാരണം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എനിക്ക് ITC എടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ITC നോട്ട് അലൗഡ്. എനിക്ക് ITC എന്താണ്? നോട്ട് അലൗഡ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ശരി, ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അപ്പം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഞാൻ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ ആണ്. അവർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഓക്കെ ആക്കി, കറക്റ്റാണ്. അപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ 1 സമയത്ത് എനിക്ക് മനസ്സിലായി ഈ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ സാധനം നഷ്ടമാണ്. മറ്റേതാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാം, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാം, എനിക്ക് ITC ക്ലെയിം ചെയ്യാം. പക്ഷേ ഈ സിറ്റുവേഷനിലാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാനും പറ്റില്ല, ഗവൺമെൻറ്റിലേക്ക് എനിക്കത് കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്ത് പേ ചെയ്യാനും പറ്റില്ല, ഞാനായിട്ട് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയും വേണം, എനിക്ക് ITC കിട്ടത്തില്ല. ഞാൻ എന്ത് ചെയ്തു? ഡിസംബർ 1 ഒരു നോർമൽ സ്കീമിലേക്ക് പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഇത് പല രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞു ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണിൻ്റെ മാക്സിമം സപ്ലൈ എത്ര ആയിരിക്കണം? 1.5 crores ആയിരിക്കണം അല്ലേ? പഠിച്ചത് ഓർമ്മ ബാക്കിലോട്ട് തിരിച്ചു നോക്ക്. 1.5 crores നമ്മൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോർമൽ സ്കീമിലേക്ക് പോകും. അത് ശരിയാണ്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ഈ 1.5 crores എക്സീഡ് ചെയ്ത് നോർമൽ സ്കീമിലേക്ക് പോയതാവാം, അല്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഈ സ്കീം വേണ്ട മതിയെന്ന് വിചാരിച്ച് ഞാൻ നോർമൽ സ്കീമിലേക്ക് പോയതാവും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ സീസസ് ടു ബി ആ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. ഞാനെന്ത് ചെയ്തു? ഈ കോമ്പോസിഷൻ ലെവി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിത് വേണ്ട, ഞാൻ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു, എനിക്ക് എൻ്റെ നോർമൽ സ്കീമിലേക്ക് മാറിയാൽ മതി എന്ന് പറയാണ്.
അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയി, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ എടുത്തു. ഇപ്പോൾ ഡിസംബർ 1 ഞാൻ നോർമൽ സ്കീമിലേക്ക് മാറി. സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സമയം വരെ ഇവിടം വരെ എനിക്ക് ITC എടുക്കാൻ പറ്റുമോ? ITC നോട്ട് അലൗഡ്. പലപ്പോഴും കാരണം കാരണം ആദ്യമേ ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, ITC അലോ ചെയ്യാൻ പറ്റില്ല. ദെൻ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ എടുത്തു, പക്ഷേ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ്, എനിക്ക് ITC എടുക്കാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഡിസംബർ വരെ ഞാൻ സപ്ലൈ ചെയ്ത് ഡിസംബർ 1 ഞാൻ നോർമൽ സ്കീമിലേക്ക് മാറി. അപ്പോൾ എനിക്ക് ITC എടുക്കാനായിട്ട് പറ്റും. ശരി, എന്നാണ് നേരത്തെ പഠിച്ചതുപോലുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ് നമുക്കിവിടെ അറിയേണ്ടത്. ആ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സിമ്പിളാണ്. എന്നാണോ നമ്മൾ നോർമൽ സ്കീമിലേക്ക് മാറുന്നത്, ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്നാ ഡിസംബർ 1 നോർമൽ സ്കീമിലേക്ക് മാറിയത്. ഈ ഡിസംബർ 1 തൊട്ട് മുന്നേ ഉള്ള ദിവസം നവംബർ അല്ലേ? നവംബർ 30 നവംബർ 31 നവംബർ 30 നവംബർ 30 അതായത് ഡിസംബർ 1 തൊട്ട് മുന്നേ ഉള്ള ദിവസം നവംബർ 30. ഈ നവംബർ 30 നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഗുഡ്സുകൾ, അത് റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ എന്താവാം സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സും ആവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ITC അലൗഡ് ആണ്. ഇത്രയും നേരം പഠിച്ച കേസുകൾ ക്യാപിറ്റൽ ഗുഡ്സിനൊന്നും ITC അലൗ ചെയ്യില്ലായിരുന്നു. പക്ഷേ നമ്മളൊരു കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് നോർമൽ സ്കീമിലേക്ക് മാറുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITCയും അലൗഡ് ആണ്. നമുക്ക് അലൗഡ് ആണ്. എന്ന് മുതൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്ന ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ആ നോർമൽ സ്കീമിലേക്ക് എന്നാണോ കൺവേർട്ട് ആവുന്നത് ആ ദിവസം, അന്ന് അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടോ ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC അലൗഡ് ആണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ എത്ര കാലം ആ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഞാനിപ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയത് ജാനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയത്. ഞാൻ എത്ര കാലം അത് ഉപയോഗിച്ചു? ജാനുവരി ഉപയോഗിച്ചു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ ഉപയോഗിച്ചു. 11 മാസം ഉപയോഗിച്ചു. ഡിസംബർ 1 നമ്മൾ നോർമലായിട്ടാണ്. അപ്പോൾ മൊത്തം 11 മാസം ഞാനിത് ഉപയോഗിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ റൂൾ എന്താ പറയുന്നത് അറിയാമോ? 5% per quarter or part thereof. 5% per quarter or part thereof. ഒരു ക്വാർട്ടറിലേക്ക് 5% അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ്. അതെന്താ സംഭവം? നമ്മളിവിടെ ഉപയോഗിച്ചത് മൊത്തം 3 ക്വാർട്ടേഴ്സ് ഉപയോഗിച്ചു. പ്ലസ് എത്ര മന്ത്സ് ഉപയോഗിച്ചു? പ്ലസ് നമ്മളൊരു 2 മന്ത്സ് ഉപയോഗിച്ചു അല്ലേ? മൊത്തം 4 ക്വാർട്ടർ ഉപയോഗിച്ചോ? ഇല്ല, 4 ക്വാർട്ടർ ഉപയോഗിക്കണമെങ്കിൽ 12 മാസമായിരിക്കണം. ഞങ്ങൾ 3 ക്വാർട്ടറും 2 മാസവും മാത്രമേ ഉപയോഗിച്ചുള്ളൂ അല്ലേ? 3 ക്വാർട്ടറും 2 മാസം ഉപയോഗിച്ചോളൂ. അപ്പോൾ 3 ക്വാർട്ടറിനെ 2 മാസത്തിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 4 ക്വാർട്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ക്വാർട്ടറിൽ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം? 5% കുറയ്ക്കണം. അപ്പം 4 ക്വാർട്ടറിലേക്ക് എത്ര കുറയ്ക്കണം? ഇൻറ്റു 4, ടോട്ടൽ 20% കുറച്ച് കളയണം. സപ്പോസ് നമ്മൾ ജാനുവരി 1 വാങ്ങിയ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC എന്ന് പറഞ്ഞാൽ 2 lakh rupees ആണെങ്കിൽ, ITC എന്ന് പറഞ്ഞത് 2 lakh rupees ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 lakhൽ നിന്നും 20% കുറച്ച് കളയണം. എങ്ങനെ കുറച്ച് കളയാനായിട്ട് പറ്റുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. 2 lakh rupees എടുക്കുക. ടോട്ടൽ ITC 2 lakh rupees ലെസ് 20%. അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ എഴുതി കാണിക്കണം. 20% എത്രയാണ് വരിക? 20%, 2 lakhൻ്റെ 20% വരെ 40,000. കുറച്ച് കളയുമ്പോൾ 1,60,000. ഈ ITC ആണ് അലോ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഈ ITC ആണ് അലോ ചെയ്യുന്നത്. പിടിയോ? അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ അങ്ങനെയൊന്നുമില്ല. ഇൻപുട്ട് ഗുഡ്സിൻ്റെ ഫുൾ ITC നമുക്ക് അലോ ചെയ്യാം. ഇപ്പോൾ കറൻറ്റ്ലി നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ITC എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്കല്ലേ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ 1000 ഗുഡ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 1000 ഇൻപുട്ട് ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്. 1000 ഗുഡ്സ് പർച്ചേസ് ചെയ്തതിൽ 500 എണ്ണം ഞാൻ യൂസ് ചെയ്തു. 500 എണ്ണം ഞാൻ ഉപയോഗിച്ചു. ഓക്കെ, അത് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഒരു 200 എണ്ണം ഉണ്ട്. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഒരു 100 എണ്ണം ഉണ്ട്. ബാക്കി ഞാൻ വിറ്റു. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ ഒരു 500 റോ മെറ്റീരിയൽ വീണ്ടും ബാക്കിയുണ്ട്. ഞാൻ ടോട്ടൽ 1000 മേടിച്ചത്. 1000 ഗുഡ്സാണ് മേടിച്ചത്. അതിൽ 500 എണ്ണം ഇപ്പോഴും റോ മെറ്റീരിയൽ ആയിട്ടുണ്ട്. 100 എണ്ണം സെമി ഫിനിഷ്ഡ് ഗുഡ്സാണ്. അപ്പോൾ 600 ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് 200 എണ്ണം ഒരുപുണ്ട്. അപ്പോൾ 500, 600, 700, 800, 800 യൂണിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 1000-ന് എത്രയാണോ GST അതിൻ്റെ 800 പ്രപ്പോർഷനായിട്ട് എടുത്താൽ മതി. 200 യൂണിറ്റ്സ് നമ്മൾ വിറ്റതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. എത്രയേ ഉള്ളൂ പരിപാടി. പിടികിട്ടിയോ? ഇനി നമ്മൾ പഠിച്ചത് തന്നെയാണോ നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമ്മൾ പഠിച്ചത് തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ കറക്റ്റാണോ എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പ്രൊവിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, വേർ എനി രജിസ്റ്റേർഡ് പേഴ്സൺ സീസസ് ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10. അതായത് സെക്ഷൻ 10 ടാക്സ് അടയ്ക്കാനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഒബ്ലിഗേഷൻ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് എന്തായി മാറി? നോർമൽ സ്കീമിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഹി ഷാൾ എൻടൈറ്റിൽ ടു ടേക്ക് ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ഹെൽഡ് ആസ് സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സിനും എടുക്കാം. എന്നെടുക്കാമെന്നറിയാമോ? എന്താണ്? ഓൺ ദ ഡേറ്റ് ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഇൻ വിച്ച് ഹി ബിക്കംസ് ലയബിൾ ഫോർ പേയിങ് ടാക്സ്. നമ്മൾ നോർമൽ സ്കീമിൽ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആവുന്ന എന്നാണോ അതിന് തലേ ദിവസം. നമ്മൾ ഈ കേസിൽ ഡിസംബർ 1 ആയിരുന്നെങ്കിൽ തൊട്ട് മുന്നേ ദിവസം, എന്താ നവംബർ 30. ശരി,
അണ്ടർ സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ നോർമൽ സ്കീം. ശരി, എന്നിട്ട് പ്രൊവൈഡഡ് ദാറ്റ് ദ ക്രെഡിറ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഷാൾ ബി റെഡ്യൂസ്ഡ് ബൈ സച്ച് പെർസെൻറ്റേജ്. ഓക്കെ, സച്ച് പെർസെൻറ്റേജ് എന്താണ്? സച്ച് പെർസെൻറ്റേജ് പോയിൻറ്റഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്താണ് ആ ഒരു പോയിന്റ്? ആ സച്ച് പെർസെൻറ്റേജ് എന്താ പറഞ്ഞിരിക്കുന്നത്? എലിജിബിൾ ITC ഈസ് ഈക്വൽ ടു ITC മൈനസ് 5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതല്ലേ? ഓക്കെ, താഴോട്ട് വന്നേ. അതിൻ്റെ ബാക്കി ഐറ്റംസ് ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻപുട്ട് സർവീസസ് നോട്ട് അവൈലബിൾ. ഇൻപുട്ട് സർവീസിന് നമുക്കിപ്പോഴും അവൈലബിൾ ആവത്തില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത സിറ്റുവേഷൻ ഞാൻ പറയട്ടെ. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചത് ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോർമൽ സ്കീമിലേക്ക് പോവാണ്. ശരി, നമ്മൾ നടത്തുന്ന സപ്ലൈ എക്സാം സപ്ലൈ ആണെന്ന് വെച്ചോ, എനിക്ക് ITC കിട്ടും. അതായത് ഞാൻ നടത്തുന്ന സപ്ലൈ പ്യൂർലി എക്സാം സപ്ലൈ ആണ്. എനിക്ക് ITC എന്തെങ്കിലും കിട്ടും? എൻ്റെ ഇൻപുട്ട് ഗുഡ്സുകൾക്കും എൻ്റെ ഇൻപുട്ട് സർവീസുകൾക്കും എൻ്റെ ക്യാപിറ്റൽ ഗുഡ്സുകൾക്കും ഒന്നും എനിക്ക് ITC കിട്ടില്ല. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ശരി, പക്ഷേ ഗവൺമെൻറ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ, ഒരു ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് പറഞ്ഞു ഇന്ന് മുതൽ ഈ ഗുഡ്സ് ടാക്സബിൾ ആണ്. ഇന്ന് മുതൽ ഈ ഗുഡ്സ് എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ നടത്തിയിരുന്ന സപ്ലൈ എക്സാം സപ്ലൈ ആയിരുന്നു, ഇന്ന് മുതൽ അത് ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. ഇതുവരെ ഞാൻ നടത്തിയിരുന്ന സപ്ലൈ എക്സാം സപ്ലൈ ആയിരുന്നു, ഇന്ന് മുതൽ അത് ടാക്സബിൾ സപ്ലൈയിലേക്ക് മാറി. എക്സാം സപ്ലൈയുടെ എക്സാമ്പിൾ പറയാൻ പറ്റും, എത്ര വേണമെങ്കിലും പറയാം. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ 11 എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, എനിക്ക് തോന്നുന്നു 2 ദിവസം നമ്മളെടുക്കും ആ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട്. ആ 2 ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെച്ചേക്കാം, ഒരു എക്സാം സപ്ലൈ GSTയിൽ ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു എക്സാം സപ്ലൈ ആയിരുന്നു ഞാൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെന്തായി മാറി? ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. അതായത് നമ്മൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്യണം, വെജിറ്റബിൾസ് മാനുഫാക്ചർ ചെയ്യണം, കർഷകനാണ് ഞാൻ, എനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു എക്സാം സപ്ലൈ ആണ്. ഇന്ന് മുതൽ ഗവൺമെൻറ് പറയുകയാണ് ഇനി മുതൽ ഈ എക്സാം സപ്ലൈ ഞങ്ങൾ ടാക്സബിൾ സപ്ലൈ ആക്കി മാറ്റാൻ പോകാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാല്, അതുപോലെ ലൂസായിട്ട് നമ്മൾ മേടിക്കുന്ന അരിയൊക്കെ ഇല്ല, അത് ആദ്യമേ പാക്ഡ് ഒരു ചാക്ക് മൊത്തത്തിൽ മേടിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിപ്പോൾ ലൂസായിട്ട് നമ്മൾ കടയിൽ നിന്ന് 1 കിലോ 2 കിലോ വെച്ച് തൂക്കിയൊക്കെ ലൂസ് അരി മേടിക്കുകയാണെങ്കിൽ അതിന് GST ആദ്യമേ അത് എക്സംപ്റ്റഡ് ആയിരുന്നു, ഇപ്പോൾ അത് GSTയുടെ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസുകൾ. അപ്പോൾ ഇതുവരെ എക്സംപ്റ്റഡ് ആയിരുന്നെങ്കിൽ നോ ITC അലൗഡ്. ഇന്ന് മുതൽ ടാക്സബിൾ ആയെങ്കിൽ ITC അലൗഡ്. ഓക്കെ, എന്തിൻ്റെ ITC അലൗഡ്? എന്തിൻ്റെയൊക്കെ നോക്കി? ഇൻപുട്ട് ഹെൽഡ് ആ സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് അതിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അലൗഡ് ആണ്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും അലൗഡ് ആണ്. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ക്യാച്ച് ഉണ്ട്. എന്താണ് ആ ക്യാച്ച് എന്ന് പറഞ്ഞാൽ? എന്താ പറയുക? ആ പോയിന്റ് എന്ന് നോക്കി, ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ എക്സാം സപ്ലൈ. ഞാൻ ആ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്ത ക്യാപിറ്റൽ ഗുഡ്സുകൾക്ക് പിടികിട്ടിയോ? ഇപ്പോൾ സപ്പോസ് അതിൻ്റെ ഒരു മാക്സിമം ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അതായത് എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് ചോദിക്കണമെങ്കിൽ എന്ത് ചോദിക്കുന്ന അറിയാമോ? ഒരാൾ ഗുഡ്സ് ഉണ്ട്, അയാൾക്ക് കുറേ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് അയാൾ ക്യാപിറ്റൽ ഗുഡ് 1 എന്ന് പറയുന്നത് എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് 2 ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സ് 3 എക്സാം സപ്ലൈക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഇങ്ങോട്ട് നോക്കി, എക്സാമ്പിൾ പറഞ്ഞുതരാം. അതാ നോക്കി, ക്യാപിറ്റൽ ഗുഡ്സ് നമ്പർ 1, ക്യാപിറ്റൽ ഗുഡ്സ് നമ്പർ 2, ക്യാപിറ്റൽ ഗുഡ്സ് നമ്പർ 3. ഈ A എന്ന് പറയുന്നത് നമ്മൾ ടാക്സബിൾ സപ്ലൈ നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ശരി, B എന്ന് പറഞ്ഞാൽ ഒരു എക്സാം സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. C എന്ന് പറയുന്നത് ടാക്സബിൾ പ്ലസ് എക്സംപ്റ്റ്, ഇത് രണ്ടും കൂടെ ചേർത്താനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ടാക്സബിൾ പ്ലസ് എക്സംപ്റ്റഡ് നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതുവരെ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ T1 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഗുഡ്സ് 1 എന്ന് പറയുന്നത് നമ്മുടെ T4 അതായത് എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അലൗഡാണ്. അപ്പോൾ നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാനായിട്ട് T4 ആയിട്ട് അത് കുറച്ച് കളയും. എന്നിട്ട് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും GSTR നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിൽ ക്രെഡിറ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചതാണ്. ശരി, ഈ ക്യാപിറ്റൽ ഗുഡ്സ് നമ്പർ 2 ആണെങ്കിൽ എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ T2 ആണ്. ഇത് T2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ കുറച്ച് കളയും. T2 ഒന്നും അലൗഡ് അല്ല അല്ലേ. ഇനി ഇതാണെങ്കിലോ, ഇതാണ് നമ്മുടെ കോമൺ ക്രെഡിറ്റ്. ഇത് നമ്മൾ റൂൾ 43 നമ്മൾ ഓൾറെഡി ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് എന്താ പറയുന്നത്, ഒരു ഗുഡ്സ് നമ്മൾ എക്സാം സപ്ലൈക്കും അതുപോലെ ടാക്സബിൾ സപ്ലൈക്കും വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അതാണ് കോമൺ ക്രെഡിറ്റ്. ആ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. T മൈനസ് T1 മൈനസ് T2 മൈനസ് T3 മൈനസ് T4. അപ്പോൾ നമുക്ക് C2 കിട്ടും. C2ൽ നിന്നും E മൈനസ് F, അപ്പോൾ നമുക്ക് E/F D1 കിട്ടും. അത് കഴിഞ്ഞ് D2 5% ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അതെങ്ങനെയാണ്? ഇത്രയും നാൾ എക്സാം സപ്ലൈ നടന്നുകൊണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ എക്സാം സപ്ലൈ നടന്നില്ല, അപ്പോൾ എനിക്ക് ഇല്ല. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ E/F എന്നല്ല ചെയ്യുന്നത്. E/F അല്ലേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇല്ല, ഈ മാസം ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ എടുക്കുക. ഇനി വരുന്ന മാസങ്ങളിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള E/F എടുക്കുക. ഓൾറെഡി പഠിച്ചല്ലേ. അപ്പോൾ ഇത് 43 തന്നെ കണ്ടിന്യൂ ആയി പോകും. ഈ എക്സാം സപ്ലൈ നമ്മൾ T2 എന്ന് പറഞ്ഞ് കുറച്ച് കളക്കുന്ന ഈ എക്സാം സപ്ലൈ ഇല്ലേ, ഇതിപ്പോൾ എന്തായി മാറും? ഇതിപ്പോൾ ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറും. ഇത് ടാക്സബിൾ സപ്ലൈ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ T2 എന്ന് പറഞ്ഞ് കുറച്ച് കളയുന്ന ഈ പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സിനാണ് ഈ പോയിന്റിൽ വാലിഡിറ്റി ഉള്ളത്. ഇല്ലെങ്കിൽ ഈ പോയിന്റിൽ പറയുന്നത് ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യം പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ക്യാപിറ്റൽ ഗുഡ്സ് 1 എന്ന് പറയുന്ന ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ T4. അതിന് നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് കളയും. പക്ഷേ T4ൻ്റെ ഫുൾ ITCയും അലൗഡാണ്. നമ്മളത് GSTR നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പഠിച്ചു.
T2 എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി എക്സാം സപ്ലൈ വേണ്ടിക്ക് മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് കളയുന്നില്ല. T-T1 -T2 -T3 ഇല്ലേ, അതിൽ T2 ആണ് ഈ പറഞ്ഞ ഫുള്ളി എക്സാം സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അതിൻ്റെ ITC നോട്ട് അലൗഡ്. ഈ ITC ഈ പറയുന്ന T2ന് വേണ്ടി, അതായത് ആ ക്യാപിറ്റൽ ഗുഡ്സ് ഇപ്പോൾ എന്തായി മാറി, ടാക്സബിൾ സപ്ലൈ നടത്താനായിട്ട് ഉപയോഗിക്കുന്നു. പിടിയിട്ടോ? അതായത് നമ്മൾ ഇത്രയും നേരം എക്സാം സപ്ലൈ ആയിരുന്നു നടത്തിയിരുന്നത്, ഇപ്പോൾ ടാക്സബിൾ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഈ T2ൻ്റെ ക്രെഡിറ്റ് അലൗഡ് അല്ലേ? T2ൻ്റെ ക്രെഡിറ്റ് അലൗഡാണ്. ഈ ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ T3 ഇതിന് മുന്നേ നിങ്ങൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു വർഷം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ T-T1 -T2 -T3 -T4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2 കിട്ടും. C2ൽ നിന്ന് D1ഉം D2ഉം കണ്ടുപിടിക്കാം. ഇതിൽ D1 ആണ് എന്താണ് ITC അട്രിബ്യൂട്ടബിൾ ടു എക്സാം സപ്ലൈ. അപ്പോൾ E/F അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനി എക്സാം സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് മന്ത് അവൈലബിൾ ആയിട്ടുള്ള E/F എടുക്കുക, ലാസ്റ്റ് മന്ത് അവൈലബിൾ ആയിട്ടുള്ള E/F എടുക്കുക. അപ്പോൾ ഇത് ആ ഒരു റൂൾ നമ്പർ 43 തന്നെ കണ്ടിന്യൂ ആയി പോകും. എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈ ആണെങ്കിൽ ആ എക്സാം സപ്ലൈ നമ്മളിപ്പോൾ എന്തായി മാറി, ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. ആ ക്രെഡിറ്റ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാ അവൈലബിൾ ആയിട്ടുള്ളത്? കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ് എന്താണ്? ഡേറ്റ് ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഇൻ വിച്ച് ദ സപ്ലൈ ബിക്കം ടാക്സബിൾ. എന്നാണോ സപ്ലൈ ടാക്സബിൾ ആവുന്നത് അതിന് തൊട്ട് മുന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞങ്ങൾ പഠിച്ചില്ലേ, ഇവിടെ പഠിച്ചില്ലേ, ക്യാപിറ്റൽ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിന് എത്ര നാളത് യൂസ് ചെയ്തോ ഓരോ യൂസ് ചെയ്ത ക്വാർട്ടറിലേക്കും 5% വെച്ച് കുറച്ച് വേണം. ആ സെയിം സാധനം ഇവിടെയുണ്ട് കണ്ടോ. പ്രൊവൈഡഡ് ദാറ്റ് ദ ക്യാപിറ്റൽ ഗുഡ്സ് എടുക്കാം. എങ്ങനെയാണ്? എലിജിബിൾ ITC ITC -5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ്. ഇതെവിടെയാണ് പറയുന്നത് അറിയുമോ? റൂൾ 40 പറയുന്നത്. റൂൾ 40 ഇത് പറയുന്നത്. റൂൾ 40 പറയുന്നത് ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ്, കാരണം ഇത് ഇവിടെ പറയുന്നുണ്ടാ ആസ് എ പോയിന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ITC കാൽക്കുലേറ്റ് ചെയ്യണം. ആ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് റൂൾ 40. അതിനിവിടെ നേരത്തെ എഴുതി വെച്ചേക്കുന്നുള്ളൂ. ആ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് റൂൾ 40. റൂൾ 40 പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എലിജിബിൾ ITC ITC -5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ്. 5 ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കി. രണ്ടാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഗിവ് ഡിക്ലറേഷൻ. അത് വെറും ഡിക്ലറേഷൻ, ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും വിത്തിൻ 30 days ഇൻ ഫോം GST ITC 01 ഫോർ അവൈലിംഗ് ITC. കണ്ടോ, ഈ ITC അവൈൽ ചെയ്യാനായിട്ട് നമ്മൾ GST ITC 01 എന്ന് പറഞ്ഞ ഫോമിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്തിൻ 30 days കൊടുക്കണം. എന്ത് വിത്തിൻ 30 days എന്നാണോ അത് ടാക്സബിൾ സപ്ലൈ ആവുന്നത് അതിന് 30 days നമ്മൾ കൊടുക്കണം. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ എടുക്കുന്ന ITC 2 lakh rupeesനെക്കാളും മുകളിലാണ്. നമ്മൾ എടുക്കുന്ന ITC 2 lakh rupeesനെക്കാളും മുകളിലാണ്. നോക്കി, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ITC ടു ബി ക്ലെയിംഡ് ഇസ് എക്സസ് ഓഫ് 2 lakh, 2 ലക്ഷം രൂപയ്ക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയോ ഒരു CMA കൊണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയോ ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ITCയുടെ പ്രോപ്പർ വാല്യുവേഷൻ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ മേടിച്ച് കൊടുക്കേണ്ടി വരും. ഒരു സർട്ടിഫിക്കേഷൻ കൂടി നമ്മൾ വാങ്ങി കൊടുക്കേണ്ടി വരും. പിടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. നമ്മൾ ഇതുവരെ സെക്ഷൻ 18 സബ്സെക്ഷൻ 1 അതിൻ്റെ സബ്സെക്ഷൻ 1ൻ്റെ ക്ലോസ് A ആണ് പഠിച്ചത്. സെക്ഷൻ 18 സബ്സെക്ഷൻ 1 ക്ലോസ് A ആണ് പഠിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ക്ലോസ് Aയും A മാത്രമല്ല, Aയും Bയും Cയും Dയും അങ്ങനെ കുറച്ച് പഠിച്ചു. ശരി, നമുക്ക് ഈ സൈഡിലൂടെ എഴുതാം. ഇവനെ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ. 18 സബ്സെക്ഷൻ 1ൻ്റെ ക്ലോസ് Aയിൽ പറയുന്നത് എന്തായിരുന്നു? 18 സബ്സെക്ഷൻ 1ൻ്റെ ക്ലോസ് Aയിൽ പറയുന്നത് എന്തായിരുന്നു? ക്ലോസ് Aയിൽ പറയുന്നത് ഒരാൾ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയിട്ട് മാറി. ഇതുവരെ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് മാറി. കറക്റ്റ് അല്ലേ? ഇതുവരെ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇപ്പോൾ എന്തായി മാറി? രജിസ്റ്റേർഡ് പേഴ്സൺ ആയി മാറി. ശരി, ഇനി 18 സബ്സെക്ഷൻ 1 ക്ലോസ് Bയിൽ പറയുന്നത് എന്താണ്? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സണായി മാറി. പക്ഷേ അതിൻ്റെ റീസൺ എന്താണ്? വോളണ്ടറി ആണ്. വോളണ്ടറി രജിസ്ട്രേഷനാണ്. പഠിട്ടോ, ഇവിടെ എന്താ അതിൻ്റെ റീസൺ? അവിടെ ത്രഷോൾഡ് ലിമിറ്റ്, നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സണായി മാറി. ശരി, ഇനി 18 സബ്സെക്ഷൻ 1 ക്ലോസ് Cയിൽ എന്താ പറയുന്നത്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ കാര്യമല്ലേ പറയുന്നത്? Cയിൽ എന്തായി മാറി? ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒരു നോർമൽ ടാക്സബിൾ പേഴ്സണായിട്ട് മാറി. അപ്പോൾ നോക്കി, ഒരു എന്തായി മാറി? ഒരു നോർമൽ സ്കീമിലേക്ക് മാറി. ശരി, ഇനി 18 സബ്സെക്ഷൻ 1 ക്ലോസ് D. 18 സബ്സെക്ഷൻ 1 ക്ലോസ് D എന്താ പറയുന്നത്? എക്സാം സപ്ലൈ ഇപ്പോൾ ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. എക്സാം സപ്ലൈ ഇപ്പോൾ എന്തായിട്ട് മാറി? ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. ഓക്കെ, ഒരു എക്സാം സപ്ലൈ ആയിരുന്നു, ഇപ്പോൾ അത് ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറി. ഓക്കെ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടോ? ഞാൻ ബുക്കിലൊക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയുണ്ട്, ഇങ്ങനെ പറ്റുന്നുള്ളൂ. ഓക്കെ, ഞാൻ ക്ഷമിക്കണം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ പറയുന്നത് കേട്ടെ.
ഈ ആദ്യത്തെ സിറ്റുവേഷനിൽ എന്ത് മാത്രമേ അലൗഡ് ഉള്ളൂ? ഇൻപുട്ട് മാത്രമേ അലൗഡ് ഉള്ളൂ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇൻപുട്ട് മാത്രമേ അലൗഡ് ഉള്ളൂ. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഇൻപുട്ടും അലൗഡാണ് പ്ലസ് ക്യാപിറ്റൽ ഗുഡ്സും അലൗഡാണ്. നാലാമത്തെ സിറ്റുവേഷനിൽ ഇൻപുട്ടും അലൗഡാണ് പ്ലസ് ക്യാപിറ്റൽ ഗുഡ്സും അലൗഡാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ് കുറച്ച് കളയണം. ഇവിടെ അത് തന്നെ 5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ് കുറച്ച് കളയണം. ഇത് രണ്ടും സെയിം ആണ്, പക്ഷേ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ എടുക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. ഇവിടെ എടുക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാം സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. പിടിയോ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഇതിൻ്റെ തിയറി മാത്രം പഠിക്കാനുള്ള പ്രോബ്ലംസ് ഒന്നും ടെക്സ്റ്റിലില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പോൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽസ് വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. നിങ്ങളത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന മെത്തേഡിൽ തന്നെ ഈ സാധനം ചെയ്യണം. കാൽക്കുലേഷനൊക്കെ സെയിം ആണ്. ഇതിൻ്റെ പ്രൊവിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് 18 സബ്സെക്ഷൻ 1 ആണ്. അതിൻ്റെ കൂടെ റൂൾ 40 കൂടി ഉണ്ട്. റൂൾ 40യുടെ കാര്യം നമ്മൾ പറഞ്ഞു. സബ്സെക്ഷൻ 1 ക്ലോസ് എ, ക്ലോസ് ബി, ക്ലോസ് സി, ക്ലോസ് ഡി. നമ്മൾ പഠിച്ചതാണ്. ക്ലോസ് എ, ക്ലോസ് ബി, ക്ലോസ് സി, ക്ലോസ് ഡി. അതിനകത്ത് ടൈം ലിമിറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ, നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ ആണെങ്കിൽ ഈ പരിപാടി നടന്നാലേ നമുക്ക്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തങ്ങ് 1995. ഇപ്പോൾ ഞാൻ നോർമൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറി. എനിക്ക് IT ചെലവ് ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ നോർമലായിട്ട് മാറുന്ന ആ ഒരു ആക്ഷൻ എക്സസൈസ് ചെയ്യുന്ന എന്നാണോ അതിന് തൊട്ട് മുന്നേ 1 ഇയർ, ആ 1 ഇയറിന് മുന്നേ മേടിച്ച ക്യാപിറ്റൽ ഗുഡ്സിനും ഇൻപുട്ട് ഗുഡ്സിൻ്റെയും സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മൾ സബ്സെക്ഷൻ 2 പഠിക്കാൻ പോകാം. സബ്സെക്ഷൻ 2 ഞങ്ങൾ പഠിപ്പിച്ചില്ല, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പഠിപ്പിച്ചില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ പഠിപ്പിച്ചു എന്നുള്ള കോൺസെപ്റ്റിലാണ്. എനിക്കൊന്ന് ഇതേ സെയിം പോർഷൻ എവിടെ ആപ്ലിക്കബിൾ ആയിരുന്നു പഠിപ്പിച്ചു തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താ സംഭവം നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇതാ ഇപ്പോൾ നമ്മുടെ ടൈമിൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 1-നാണ്. ജാനുവരി 1, 2021. ഓക്കെ, ഞാൻ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടാക്സബിൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് മാറിയത് എന്താണെന്നറിയാമോ? ജാനുവരി 1, 2024 ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് മാറിയത്. പിടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം അല്ലെങ്കിൽ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആവുന്നതിന് തൊട്ട് മുന്നേ, അതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻപുട്ട് ഗുഡ്സ് ഒക്കെ ഇല്ലടാ, ഇത് 1 ഇയർ ആണ് ഗ്യാപ്പ്. 1 ഇയർ ആണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് 2001 വാങ്ങിയ ഗുഡ്സുകളും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സും ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും നമ്മൾ ITC അലോ ചെയ്യത്തില്ല. മാക്സിമം എത്ര, 1 വർഷം മുന്നേ വരെ വാങ്ങിയ ഗുഡ്സുകളും ക്യാപിറ്റൽ, നമ്മൾ ഇതുവരെ പഠിച്ച പ്രൊവിഷൻസിനെല്ലാം ഇത് ആപ്ലിക്കബിളാണ്. 1 വർഷം മുന്നേ വരെ വാങ്ങിയ ക്യാപിറ്റൽ ഗുഡ്സുകളും സെമി ഫിനിഷ്ഡ് ഗുഡ്സുകളും റോ മെറ്റീരിയലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ മാക്സിമം ബില്ല് ഇഷ്യൂ ചെയ്ത് 1 വർഷം മുന്നേ ആയിരിക്കണം. അപ്പോൾ 1 കൊല്ലത്തിനേക്കാളും മുന്നേ വാങ്ങിയ സ്റ്റോക്ക് ഇപ്പോഴും ഇരിപ്പുണ്ടെങ്കിൽ നോട്ട് അലൗഡ്. 1 വർഷം മാക്സിമം 1 വർഷം വരെ, ആ വിത്തിൻ ഒരു 1 ഇയർ എന്ന് പറഞ്ഞ ഗ്യാപ്പിനുള്ളിൽ വാങ്ങിയതിൻ്റെ സ്റ്റോക്കുകൾ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിൽ അവൈലബിൾ ആണെങ്കിലാണ് നമുക്ക് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഡേറ്റോ ആ പോയിന്റാണ് ഇവിടെ പറയുന്നത്. സബ്സെക്ഷൻ 2 എന്താ പറയുന്നത് നോക്കി. ഞാനത് പഠിപ്പിച്ചു എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പഠിപ്പിച്ചില്ല, ഞാൻ പറയാം. ഓക്കെ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽ ടു ടേക്ക് ITC അണ്ടർ സബ്സെക്ഷൻ 1 ഇൻ റെസ്പെക്ട് ഓഫ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സും സർവീസ് ഓർ ബോത്ത് ആണ്. ഓക്കെ, him after the expiry of 1 year from the date of issue of invoice relating to such supply. ആ സപ്ലൈ നടന്നിട്ട് മാക്സിമം 1 ഇയർ. ആ 1 ഇയറിനുള്ളിൽ നമ്മളൊരു നോർമൽ പേഴ്സൺ ആവണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണം, അല്ലെങ്കിൽ എക്സാം സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറണം, കോമ്പോസിഷനിൽ നിന്ന് നോർമലിലേക്ക് മാറണം. അപ്പോൾ 1 ഇയർ ആണ് മാക്സിമം ടൈം. 1 ഇയറിനേക്കാളും മുന്നേ ഉള്ള ഗുഡ്സുകൾ ഇപ്പോഴും സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പിടികിട്ടി. ഇനിയാണ് നമ്മൾ ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പഠിക്കാൻ പോകണം. ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞുതരട്ടെ. എന്ത് സംഭവം ഞാൻ പറഞ്ഞുതരട്ടെ. സിമ്പിളാണ്. ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, വേർ ദർ ഇസ് എ ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആരാണ് അങ്ങനെ വിളിക്കുന്നത്, where there is a change in the constitution of a registered person on account of sale, merger, demerger, amalgamation, leasing അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് ഞാൻ മറ്റൊരാൾക്ക് വിറ്റു, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി. എൻ്റെ ബിസിനസ് മറ്റൊരു ബിസിനസ്സായിട്ട് മെർജ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ. മെർജർ, ഡീമെർജർ, അമാൽഗമേഷൻ, ലീസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണ് ലീസ്, സെയിം. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്, എൻ്റെ ബിസിനസ് ഞാൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവണമെങ്കിൽ സിമ്പിൾ ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ബിസിനസ് ഒരു മറ്റൊരാൾക്ക് വിറ്റു. ആ വിറ്റ ആൾ ഈ ബിസിനസ് ഫുൾ എൻ്റെ എല്ലാ ലയബിലിറ്റിയോടും കൂടി ചേർത്താണ് വാങ്ങുന്നതെങ്കിൽ, എൻ്റെ ഫുൾ ലയബിലിറ്റി, എൻ്റെ ഓൾ ലയബിലിറ്റീസ്, എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ,
എൻ്റെ ഫുൾ കാര്യങ്ങൾ, അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തു തീർക്കാനുള്ള എൻ്റെ ലയബിലിറ്റീസ്, എൻ്റെ കസ്റ്റമേഴ്സ്, അതുപോലെ എൻ്റെ ഡെറ്റേഴ്സ്, എൻ്റെ ക്രെഡിറ്റേഴ്സ്, എൻ്റെ ബിൽസ് റിസീവബിൾ, എൻ്റെ പേയബിൾ, അതുപോലെ ഞാൻ പേ ചെയ്യാനുള്ള ടാക്സ്, എൻ്റെ ഫുൾ എല്ലാ പരിപാടികളും, അതായത് എൻ്റെ ബിസിനസ് ഇപ്പോൾ ഞാനിട്ടു ഈ പറഞ്ഞ എൻ്റെ ലയബിലിറ്റികളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരാണെങ്കിൽ, എനിക്ക് ലയബിലിറ്റി ഉണ്ട്, ഇത്ര പൈസ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടാനുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ട്, എനിക്ക് ഇത്ര സെയിലുണ്ട്, എനിക്ക് ഇത്ര ഗുഡ് വില്ലുണ്ട്, എല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു 10 ലക്ഷം രൂപ തരാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് വിൽക്കാം. പിടിയിട്ടു. അത് മെർജർ ആവാം, ഡീമർജർ, അമാൽഗമേഷൻ, ലീസ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് എന്ത് തന്നെയാവാം. ഇതിനേക്കാണ് ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ ഉള്ള ക്ലോസ് എന്താ, എൻ്റെ എല്ലാ ലയബിലിറ്റികളും പുള്ളിക്കാരൻ ഏറ്റെടുക്കണം. എൻ്റെ ഫുൾ ബിസിനസ്, ഫുൾ ആക്ടിവിറ്റീസ്, ഫുൾ ലയബിലിറ്റികളും അതുപോലെ തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓക്കെ, എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ യൂസ് ചെയ്യാത്ത അൺയൂസ്ഡ് ആയിട്ടുള്ള എൻ്റെ ക്രെഡിറ്റിലെ ഈ ക്രെഡിറ്റ് പുള്ളിക്കാരന്, അതായത് പുതിയ ബിസിനസ്സിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിടിക്കുക. എൻ്റെ ബിസിനസ് ഞാൻ ഒരാൾക്ക് സെയിൽ ചെയ്തു, എൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്ത് ഒരു 10 lakh rupees ക്രെഡിറ്റ് ബാക്കി നിൽപ്പുണ്ട്, അയാൾക്ക് അത് യൂസ് ചെയ്യാം. എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക, എൻ്റെ ബിസിനസ് ഫുൾ അതുപോലെ തന്നെ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ലയബിലിറ്റിയും അസറ്റും ക്രെഡിറ്റും ഡെബിറ്റും എൻ്റെ എല്ലാ പരിപാടികളും അതുപോലെ പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അൺയൂട്ടിലൈസ്ഡ് ITC ഹി ക്യാൻ ക്ലെയിം. പിടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? നമുക്ക് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് ഡീമർജറിൻ്റെയും മെർജറിൻ്റെയും കുറച്ച് പോയിന്റ്സ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തൊട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് പഠിക്കാം. ശരി, ഇനി നമുക്ക് വേർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓഫ് അക്കൗണ്ട് ഓഫ് സെയിൽ, മെർജർ, ഡീമർജർ, അമാൽഗമേഷൻ, ലീസിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് വിത്ത് ആ സ്പെസിഫിക് പ്രൊവിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റി. കണ്ടോ, അവിടെ ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ഉണ്ട്, എൻ്റെ എല്ലാ ലയബിലിറ്റിയും കൂടി ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ സെഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ അലൗഡ് ടു ട്രാൻസ്ഫർ ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സണിന് അവൻ്റെ അൺയൂട്ടിലൈസ്ഡ്, കണ്ടോ, റിമൈനിങ് അൺയൂട്ടിലൈസ്ഡ് എന്ത് ITC ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ത് ചെയ്യാം, പുള്ളിക്കാരനെ സെയിൽ ചെയ്യാം. ആർക്ക്? ദ സോൾഡ്, മെർജ്ഡ്, ഡീമെർജ്ഡ്, അമാൽഗമേറ്റഡ്, ലീസ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ബിസിനസ് ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യാം ആസ് സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എന്നാൽ അത് പറഞ്ഞിട്ട് ബാക്കി പഠിക്കാം. എന്താ റൂൾ? റൂൾ 42 പറയുന്നുണ്ട്. റൂൾ 42 18 സബ്സെക്ഷൻ 1 ക്ലോസ് A, ക്ലോസ് B, ക്ലോസ് C, ക്ലോസ് Dക്ക് ആപ്ലിക്കബിൾ ആവുന്ന റൂൾ 40 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. 2 ലക്ഷം മുകളിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് CMA കൊണ്ട് എന്ത് ചെയ്യണം, ഡ്യൂലി സർട്ടിഫൈ ചെയ്തിരിക്കണം. അതുപോലെ എന്താ പറയുക, 2 lakh rupees മുകളിലായിരിക്കണം അതിൻ്റെ ക്രെഡിറ്റ്. അതുപോലെ ITC 01 എന്ന് പറഞ്ഞ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ എന്താ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സുകൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് 5% പെർ ക്വാർട്ടർ അല്ലെങ്കിൽ പാർട്ട് ഇൻ എക്സസ് ഉണ്ടെങ്കിൽ അത് എടുക്കണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ റൂൾ 41 ആണ്. റൂൾ 41 പറയുന്നത് നോക്കി, നേരത്തെ പഠിച്ച സെയിം കാര്യം, ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം ഫോം GST ITC 02 എന്തിനു വേണ്ടിയിട്ട്, ഫോർ ട്രാൻസ്ഫർ ഓഫ് അൺയൂട്ടിലൈസ്ഡ് ITC ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ GST ITC 02 സബ്മിറ്റ് ചെയ്തിരിക്കണം. ശരി, കൂടാണ്ട് ഡിക്ലറേഷൻ വേണം. എപ്പോഴാണ് വേണ്ടത്? 2 lakh rupees മുകളിൽ പോകണമെങ്കിൽ ഡിക്ലറേഷൻ വേണം എന്നാണ് നേരത്തെ പഠിച്ചത്. ഇവിടെ 2 lakh എന്ന് പറഞ്ഞ ക്ലോസ് ഇല്ല. ബിസിനസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ITC എപ്പോഴും അത് ഹ്യൂജ് എമൗണ്ട് ആവാനാണ് സാധ്യത. ITC ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് മേടിച്ചിരിക്കണം, ഒരു സർട്ടിഫിക്കേഷൻ മേടിച്ചിരിക്കണം. അതുമാത്രമല്ല ദ ട്രാൻസ്ഫറി ഷാൾ ഗീവ് അക്സെപ്റ്റൻസ് ടു ദ അൺയൂട്ടിലൈസ്ഡ് ITC ഇൻ ഫോം GST ITC 02. ഈ ട്രാൻസ്ഫർ പുതിയ കമ്പനിയില്ലേ, അതായത് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ രജിസ്റ്റേർഡ് പേഴ്സൺ, അവൻ ഈ ITC അക്സെപ്റ്റ് ചെയ്തിരിക്കണം GST ITC 02. അതുപോലെ ഡ്യൂലി അക്കൗണ്ടിങ് ഓഫ് ഗുഡ്സ്, നമ്മുടെ നമ്മളെ പഴയ ബിസിനസ് ഇല്ലേ, ആ പഴയ ബിസിനസ് പുതിയ ബിസിനസ്സായിട്ട് മാറുമ്പോൾ പുതിയ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ഗുഡ്സും കാര്യങ്ങളും എല്ലാം അതുപോലെ എന്ത് ചെയ്യണം, വരണം. എന്നാലേ പറ്റും. അപ്പോഴാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഫുള്ളി ലയബിലിറ്റി പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്തു നമുക്ക് അറിയാൻ പറ്റുക. എൻ്റെ ഗുഡ്സ് ഇവനും ഗുഡ്സ്, എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവനും ഓപ്പണിംഗ് സ്റ്റോക്ക്, അങ്ങനെ വന്നിരിക്കണം. അത്രേ ഉള്ളൂ. പിടിയിട്ടോ? ഇതാണ് ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിടിയിട്ടോ? ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? 18 സബ്സെക്ഷൻ 3 പറയുന്ന സിറ്റുവേഷൻ എന്താ? ഇൻ കേസ് ഓഫ് മെർജർ, ഡീമർജർ, സെയിൽ, അമാൽഗമേഷൻ, ലീസിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് വിത്ത് എ സ്പെസിഫിക് പ്രൊവിഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ് ടു. അങ്ങനെയാണെങ്കിൽ ദ ന്യൂ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ക്ലെയിം ദ അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓഫ് ദ ഓൾഡ് ഫേം. ഓക്കെ, ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. കുറച്ച് റൂൾസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്താണ്? ഡിക്ലറേഷൻ GST ITC 02, അതുപോലെ GST ITC 0 ഡിക്ലറേഷൻ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. CMA, അതുപോലെ നമ്മുടെ ഫുൾ അക്കൗണ്ട്സും ഡ്യൂലി പുതിയ ബിസിനസ്സിലേക്ക് അത് അക്കൗണ്ട് ചെയ്തിരിക്കണം. ഇനി ഒരു പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു നോട്ട് നിങ്ങൾ മറന്നു പോരുത്. എന്താണ് നോട്ട് നോക്കി? അതായത് ഇഫ് ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഈസ് ട്രാൻസ്ഫർ ടു ദ സക്സസർ ഓർ എനി അതർ ഇൻ കേസ് ഓഫ് ഡെത്ത് ദ സെയിം പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മറ്റാൾക്കെങ്കിലും ട്രാൻസ്ഫർ ആയി കൊടുക്കുകയാണെങ്കിൽ സെയിം പ്രൊവിഷൻ തന്നെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അത് എവിടെയാണ് വരുന്നത്? അതായത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്സിനകത്ത് വരും. ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ക്ലോസിനകത്ത് വരും. അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതായത് എൻ്റെ ഒരു ബിസിനസ് ഞാൻ എൻ്റെ മോന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ഞാൻ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് വിൽ ഇൻഹെറിറ്റൻസ് ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എൻ്റെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ITC ഹീ ക്യാൻ അവൈൽ. എപ്പോഴാണ്? എൻ്റെ ബിസിനസ് അതുപോലെ പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ എല്ലാ ലയബിലിറ്റീസ് ഉൾപ്പെടെ എല്ലാം പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ഹീ ക്യാൻ അവൈൽ ദ അൺയൂട്ടിലൈസ്ഡ് ITC. ശരി, ഇനി ചില സിറ്റുവേഷനിൽ നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്ന ITCനെ റിവേഴ്സ് ചെയ്യേണ്ടി വരും.
ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ, എടുക്കാത്ത ITC എങ്ങനെ എടുക്കാം എന്നാണ് പഠിച്ചത് അല്ലേ. 18 സബ്സെക്ഷൻ 1 ക്ലോസ് ABCD പഠിച്ചത് ഇതുവരെ എടുത്തിട്ടില്ല ITC, ഇനി എടുക്കാം. അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആയി ഇനി എടുക്കാം. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ വോളണ്ടറി രജിസ്റ്റർ ചെയ്തു ഇനി എടുക്കാം. ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒരു നോർമൽ ടാക്സ് പേഴ്സൺ ആയി ഇനി എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനല്ലേ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 18 സബ്സെക്ഷൻ 4 പഠിക്കാൻ പോകുന്നത് ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഈ സിറ്റുവേഷൻസിൽ ITC നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇനി അത് തിരിച്ചടക്കേണ്ടി വരും. നേരത്തെ പഠിച്ചതിൻ്റെ ഉൾട്ട തിരിച്ചാണ്, ഓപ്പോസിറ്റാണ് ഇവിടെ കുറേ ഐറ്റംസ് വരുന്നത്. സിമ്പിൾ കാര്യം, ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്താ നോക്കി, റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, വേർ എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഓക്കെ ഹു ഹാസ് അവൈൽഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ശരി, നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഇതുവരെ എടുക്കാത്ത ക്രെഡിറ്റ് ഇനി എടുക്കുന്ന സമയത്ത് അവർ മാക്സിമം കുറച്ച് ക്രെഡിറ്റ് തരാൻ നോക്കും. ഗവൺമെൻറ് എപ്പോഴും ടാക്സ് കൂടുതൽ മേടിക്കാൻ നോക്കും. അപ്പോൾ ക്രെഡിറ്റ് കുറച്ച് അവൈൽ ചെയ്താലാണ് കൂടുതൽ ടാക്സ് എടുക്കുക. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ 18 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ നമ്മൾ ഇൻപുട്ട് ഗുഡ്സ് മാത്രമേ അലോ ചെയ്യൂ. 18 സബ്സെക്ഷൻ 2 ഇൻപുട്ട് ഗുഡ്സ് മാത്രമേ അലോ ചെയ്യൂ. 18 സബ്സെക്ഷൻ 3 ഇൻപുട്ട് ഗുഡ്സും സർവീസും അലോ ചെയ്യും. ഇൻപുട്ട് ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും അലോ ചെയ്യും. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് 5% വെച്ച് ഓരോ ക്വാർട്ടറിലേക്കും റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പഠിച്ചല്ലേ. ഇനി ഇവിടെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ, റിവേഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവരെല്ലാം കൊണ്ട് നമ്മളെ റിവേഴ്സ് ചെയ്യിപ്പിക്കും. ഫുൾ സാധനങ്ങൾ നമ്മുടെ റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നോക്കിയോ, where any registered person who has availed input tax credit opted to pay tax under subsection 10 section 10. അതായത് ഒരു നോർമൽ ടാക്സ് പെയർ ഇപ്പോൾ ഒരു കോമ്പോസിഷൻ ടാക്സ് പെയർ ആയിട്ട് മാറി. അതായത് നോർമൽ ടാക്സ് പേഴ്സൺ ആണെങ്കിൽ ഫുൾ ITC അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ പുള്ളിക്കാരൻ ഒരു കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറി. ITC നോട്ട് അലൗഡ്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ITC നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണം. എടുത്തേക്കുന്ന ITC നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്താ മാനർ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓർ വെദർ ദ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സപ്ലൈഡ് ആർ ബിക്കം ഹോളി എക്സംപ്റ്റഡ്. നേരത്തെ എക്സംപ്റ്റഡ് ടാക്സബിൾ ആയപ്പോൾ ITC എടുക്കാമെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സംപ്റ്റഡ് ടാക്സബിൾ ആയി മാറാണ്. നേരത്തെ എക്സംപ്റ്റഡ് ഗുഡ്സ് ടാക്സബിൾ ആയി, അപ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ ടാക്സബിൾ ഗുഡ്സ് നേരെ എന്തായി മാറി, എക്സംപ്റ്റഡ് ആയി മാറി. അപ്പോൾ എടുക്കാനായിട്ട് പാടില്ല. പിടിയോ, അതായത് 18 സബ്സെക്ഷൻ 1 നമ്മൾ പഠിച്ച ഐറ്റംസിൻ്റെ നേരെ റിവേഴ്സൽ. ഒരു നോർമൽ ടാക്സ് പെയർ നേരത്തെ കോമ്പോസിഷൻ ടാക്സ് പെയർ നോർമലിലേക്ക് മാറിയപ്പോൾ എടുക്കാം. ഇപ്പോൾ എന്താണ്, ഒരു നോർമൽ ടാക്സ് പെയർ കോമ്പോസിഷനിലേക്ക് മാറി. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു എക്സംപ്റ്റ് സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ എടുക്കാം. ഇപ്പോഴാണെങ്കിൽ ഒരു ടാക്സബിൾ സപ്ലൈ എക്സം സപ്ലൈ ആക്കി. അപ്പോൾ എടുക്കാൻ പാടില്ല. നിങ്ങൾ എടുത്തേക്കുന്ന ITC ഞങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണം. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യേണ്ടത് നോക്കി. ഹി ഷാൽ പേ ആൻ എമൗണ്ട്. അവൻ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും ബൈ വേ ഓഫ് ഡെബിറ്റ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. 2 ഓപ്ഷൻ ഉണ്ട് അവൻ്റെ കയ്യിൽ. ഒന്ന്, അവൻ്റെ കയ്യിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ITC ബാലൻസ് യൂസ് ചെയ്യാത്ത ITC ഉണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇത് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കൂടും, അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ കുറയും. ഇവിടെ ഡെബിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ പേയ്മെൻറ്റ് അടയ്ക്കണം. പോയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ, ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് വെച്ചോ. ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കിടപ്പുണ്ട്, അൺയൂട്ടിലൈസ്ഡ് ITC ഉണ്ട്. അപ്പോൾ അൺയൂട്ടിലൈസ്ഡ് ITC നമുക്കിനി എടുക്കാൻ പറ്റില്ല. അത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവിടെ ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി ഇവിടെ ബാലൻസ് ഒന്നുമില്ല, ഫുൾ ITC നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് അടയ്ക്കണം. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കൂടി നിങ്ങൾ ക്യാഷ് പേ ചെയ്യേണ്ടി വരും. 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ITC അൺയൂട്ടിലൈസ്ഡ് കിടപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. ഇനി അൺയൂട്ടിലൈസ്ഡ് കിടപ്പില്ല, പിന്നെയും ബാക്കി എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാം. കണ്ടോ, ഈക്വലൻ ടു ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് എന്തെല്ലാം നോക്കി, ഇൻപുട്ട് ഗുഡ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക്, ഇൻപുട്ട് കണ്ടെയ്ൻസ് ഇൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ്. പക്ഷേ നേരത്തെ പഠിച്ചതുപോലെ റെഡ്യൂസ്ഡ് ബൈ എ പെർസെൻറ്റേജ് പോയിന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി. ഇനി ഡേറ്റ് എന്നാ നോക്കി, ഓൺ ദ ഡേറ്റ് ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് സച്ച് ഓപ്ഷൻ. എന്നാണോ അവൻ കോമ്പോസിഷനിലേക്ക് മാറുന്നത് അതിന് തൊട്ട് മുന്നത്തെ ദിവസം. എന്നാണോ സപ്ലൈ എക്സംപ്റ്റഡ് ആയി മാറുന്നത് അതിന് തൊട്ട് മുന്നത്തെ ദിവസം. പിടിയിട്ടോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ചെറിയ പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റും കൂടെ വായിച്ചിട്ട് നമുക്ക് ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് സച്ച് എമൗണ്ട് ദ ബാലൻസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇഫ് എനി ലേയിങ് ഇൻ ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഷാൽ ബി ലാപ്സ്ഡ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചേ. അതായത് ഞാൻ എടുക്കാനായിട്ട് എൻ്റെ ക്രെഡിറ്റ് ലെഡ്ജറിൽ എനിക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ് ഇപ്പോൾ ഒരു 10 lakh ഉണ്ട്. അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ് എനിക്ക് അതിനൊരു 10 lakh ഉണ്ട്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോഴാണ് ഞാനൊരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണായിട്ട് മാറിയത്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 3 lakh rupees ക്രെഡിറ്റ് തിരിച്ചു കൊടുക്കണം. 3 lakh rupees ക്രെഡിറ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇത് കുറയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവനെ ഡെബിറ്റ് ചെയ്യും, 3 lakh ഡെബിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ക്രെഡിറ്റ് ബാലൻസ് വരും എത്ര, ഒരു 7 ലക്ഷം. അപ്പോൾ സ്റ്റിൽ എനിക്ക് അൺയൂട്ടിലൈസ്ഡ് ITC ആയിട്ട് ഒരു 7 ലക്ഷം വരും. ഈ ഫുൾ എമൗണ്ടും ലാപ്സ് ആയി പോകും. കാരണം എന്താ, എനിക്കിനി ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ
ഞാൻ നോർമലി ഇന്ന് കോമ്പോഷനിലേക്ക് മാറുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് ലെഡ്ജറിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളതിൽ നിന്ന് ഞാൻ റിവേഴ്സ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് കളയും ചെയ്യും. എന്നിട്ടും സ്റ്റിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ട് ലാപ്സ് ആയി പോവുകയും ചെയ്യും. എനിക്ക് പിന്നെ ഒരൊറ്റ എമൗണ്ട് പോലും യൂസ് ചെയ്യാനും പറ്റില്ല. ഫുൾ എമൗണ്ട് ലാപ്സ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, ആസ് ദ മാനർ മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ മാനർ എന്താണെന്ന് നോക്കി. ഓക്കെ, ഫോർ ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് ഗുഡ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക്, അതുപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ശരി, ഓക്കെ. ഇൻപുട്ട് ഷാൽ ബി കാൽക്കുലേറ്റഡ് പ്രപ്പോർഷനേറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് corresponding invoice. If invoice is not available, then ITC shall be calculated based on the prevailing market price of goods. Okay, capital goods ആണെങ്കിൽ ITC involved in the remaining useful life, that means 5 years in the month, shall be computed on pro rata basis. അതുപോലെ ഒരു ഡിക്ലറേഷൻ മേടിക്കണം. ആരുടെ കയ്യിൽ നിന്ന്? ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കയ്യിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ മേടിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ഗുഡ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. ഇതിൽ എത്രയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ശരി, ഇൻപുട്ട് ഗുഡ്സ് ആണ് നിങ്ങൾ റിവേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്നാണോ നമ്മൾ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആവുന്നത്, അല്ലെങ്കിൽ എന്നാണോ നമ്മുടെ സപ്ലൈ ഒരു എക്സാം സപ്ലൈ ആവുന്നത്, അതിന് തൊട്ട് മുന്നത്തെ ദിവസം നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ മൊത്തം ഒരു 1000 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ബാക്കിയിരിപ്പുണ്ട്. റോ മെറ്റീരിയൽ ആയിട്ട് 1000 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ബാക്കിയിരിപ്പുണ്ട്. ഈ 1000 ക്വാണ്ടിറ്റി വാങ്ങിയ ഇൻവോയ്സ് ഇല്ലേ, ഈ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ നോക്കുക. 99% നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ടോ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. ഓക്കെ, ഈ ഇൻവോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ITC എടുത്തത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ? ഈ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഈ 1000 ഗുഡ്സിൻ്റെ ITC നമ്മൾ ഓൾറെഡി അവൈൽ ചെയ്തത്. ഇനി ഈ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1000 ഗുഡ്സിൻ്റെ ITC എത്രയാണെന്ന് ആ ഇൻവോയ്സിലുണ്ടാവും. ആ ഇൻവോയ്സ് അങ്ങ് റിവേഴ്സ് ചെയ്ത് ആ എമൗണ്ട് അങ്ങ് റിവേഴ്സ് ചെയ്താൽ മതി. ഇനി സപ്പോസ് ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ 1000 റോ മെറ്റീരിയലിന് ഇപ്പം മാർക്കറ്റിലുള്ള വാല്യൂ നോക്കും, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കും. ആ മാർക്കറ്റ് പ്രൈസിൻ്റെ GST എത്രയാണെന്ന് നോക്കും. ആ GST നിങ്ങൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. സപ്പോസ് ഇപ്പോൾ നോക്കിയപ്പോൾ 1000 ഗുഡ്സ് ഉണ്ട്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്, അല്ലെങ്കിൽ ഇൻറ്റു 10 ആണ്. അപ്പോൾ നമുക്കൊരു 10,000 എന്ന് കിട്ടും. ഈ 10,000 സപ്പോസ് ആ ഗുഡ്സിൻ്റെ GST റേറ്റ് 10% ആണെങ്കിൽ 1000 രൂപ വരും. 1000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ 1000 രൂപ ITC നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. പിടിയോ? അപ്പോൾ 1000 ഗുഡ്സ് ആണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സും റോ മെറ്റീരിയൽസ്. അതിൻ്റെ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഇൻവോയ്സ് എത്രയാണെന്ന് വെച്ചാൽ ഇൻവോയ്സ് നമ്മൾ ഓൾറെഡി അവൈൽ ചെയ്തിരിക്കുന്ന ITC തിരിച്ചു കൊടുത്താൽ മതി. സപ്പോസ് ഇൻവോയ്സ് ഇല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ GST കണ്ടുപിടിക്കും. ആ GST നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പ്രോ റേറ്റ ബേസിൽ നമ്മുടെ യൂസ്ഫുൾ ലൈഫില്ലേ, ആ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. യൂസ്ഫുൾ ലൈഫ് ഇതാ ഇവിടെ എഴുതിയൊക്കെ നോക്കി. ഇപ്പോൾ സപ്പോസ് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ട് മൊത്തം 3 വർഷവും 4 മാസവും 25 ദിവസവും യൂസ് ചെയ്തു. 3 വർഷവും 4 മാസവും 25 ദിവസവും നിങ്ങൾ യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര യൂസ് ചെയ്തു? ഇപ്പോൾ 25 അല്ലേ? പാർട്ട് ദെയർ ഓഫ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ 3 വർഷവും 5 മാസവും യൂസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാം. 3 വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? 3 വർഷം എന്ന് പറഞ്ഞാൽ 12, 24, 36 അല്ലേ? 36 + 5 എത്ര വരാ? ഒരു 41 വരും. കറക്റ്റ് അല്ലേ? ഒരു 41 മന്ത്സ് വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മാസം. 60 നിന്ന് 41 കുറച്ചാൽ പോരെ? എത്രയായിരിക്കും ആൻസർ വരാം? 19 അല്ലേ? 60 നിന്ന് 41 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 ആൻസർ വരും. 19. ഇവിടെ ഞാൻ 21 എഴുതിയിരിക്കുന്നത്, 29 അല്ല 19 മന്ത്സാണ് റിമൈനിങ് ലൈഫ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആ ഒരു ഗുഡ്സ് വാങ്ങിയത് 10 lakh rupees-നാണ്. ഗുഡ്സ് അല്ല, ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയത് 10 lakh rupees-നാണ്. അതിന് GST റേറ്റ് 10% ആണെങ്കിൽ 1 lakh rupees ആണ് നമ്മൾ പേ ചെയ്ത് GST. ഈ 1 lakh rupees-നായിരിക്കും നമ്മൾ ITC ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനി എത്ര റിവേഴ്സ് ചെയ്യണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ 1 lakh rupees നിങ്ങൾ എടുക്കുക, ഇനി റിമൈനിങ് ലൈഫ് എത്ര? 19 മാസം ഇൻറ്റു 19 ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 19 / 60 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കഴിഞ്ഞില്ല പരിപാടി. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നിങ്ങളൊന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ പഠിച്ച സബ്സെക്ഷൻ 4 ആണ്. റിവേഴ്സൽ ഓഫ് ITC ഇൻ സർട്ടൻ കേസാണ് പറയുന്നത്. ഒരാൾ ഒരു നോർമൽ ടാക്സ് പെയർ ആയിരുന്നു, ITC എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് കോമ്പോഷൻ സ്കീമിലേക്ക് മാറി, അയാൾക്ക് ITC എടുക്കാൻ പാടില്ല. അതുപോലെ അയാൾ നടത്തിയിരുന്ന സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയിരുന്നു, ഇപ്പോൾ അത് എന്തായി മാറി? എക്സം സപ്ലൈ മാറി. അപ്പോഴും അയാൾക്ക് ITC എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്നാണോ ഈ പരിപാടി നടക്കുന്നത് എന്ന് ഈ പറഞ്ഞ് കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അയാൾ ഒരു എക്സം സപ്ലൈ നടത്തുന്ന ആളായിട്ട് മാറുന്നത്, അതിന് തൊട്ട് മുന്നത്തെ ദിവസം അയാളുടെ കയ്യിൽ എത്ര ഇൻപുട്ട് ഗുഡ്സ് ഉണ്ടോ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടോ, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടോ, അതായത് ടോട്ടൽ ഇൻപുട്ട് ഗുഡ്സ് പ്ലസ് അയാൾ എത്ര ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടോ, ഈ ഇത്രയും എമൗണ്ടിൻ്റെ പ്രപ്പോർഷനേറ്റ് ITC റിവേഴ്സ് ചെയ്യേണ്ടി വരും.
പ്രൊപ്പോർഷനേറ്റ് ഐ ടി സി റിവേഴ്സ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്താൽ മതി, ആ ബാലൻസ് കുറഞ്ഞോളൂ. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് ലാപ്സ് ആയി പോകും. ഇനി ബാലൻസ് ഇല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജറിൽ പേ ചെയ്യേണ്ടി വരും. ക്യാഷ് ലെഡ്ജറിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പിടികിട്ടിയോ? ഇനി ഇൻപുട്ട് ഗുഡ്സ് ആണ്. ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇത് വാങ്ങിയ ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. വാങ്ങിയ ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അന്ന് എത്ര ഐ ടി സി ആണോ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അതിൽ നോക്കി അറിയാൻ പറ്റും. ആ കറസ്പോണ്ടിങ് ബില്ല് അനുസരിച്ച് ഐ ടി സി റിവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ. ഇനി സപ്പോസ് ബില്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഐ ടി സി ക്ലെയിം ചെയ്യേണ്ടി വരും. ശരി, ഐ ടി സി റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലോ, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ റിമൈനിങ് ലൈഫ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്. ടോട്ടൽ ഐ ടി സി ക്ലെയിം ചെയ്ത് 1 lakh ആണ്. റിമൈനിങ് ലൈഫ് 19 months ആണെങ്കിൽ 19 divided by 60 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ടി സി ക്ലെയിം ചെയ്യാനായിട്ട്, ഐ ടി സി റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഐ ടി സി റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പരിപാടി കഴിഞ്ഞു. സിമ്പിൾ കാര്യം. ഓക്കെ, ശരി. ഇനി സബ്സെക്ഷൻ 5 എന്താ പറയുന്നത് നോക്കി. സബ്സെക്ഷൻ 5 പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എന്താ നോക്കിയോ? ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് അണ്ടർ സബ്സെക്ഷൻ 1 ആൻഡ് ദ എമൗണ്ട് പേയബിൾ അണ്ടർ സബ്സെക്ഷൻ 4 ഓക്കെ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഇൻ ദ മാനർ മേ ബി പ്രിസ്ക്രൈബ്. സബ്സെക്ഷൻ 1 നിങ്ങൾ പറയുന്ന എമൗണ്ടും, അതായത് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റും, അതുപോലെ സബ്സെക്ഷൻ 4 നിങ്ങൾ തിരിച്ച് പേ ചെയ്യേണ്ട ക്രെഡിറ്റും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാൻ. പറഞ്ഞിരിക്കുന്ന രീതിയാണ് ഞങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി. എന്ത്? റൂൾ 40 റൂൾ 41 ഞങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി അല്ലേ? അവിടെ കിടക്കുന്ന റൂൾ 40, അത് കഴിഞ്ഞ് ഇതാ കിടക്കുന്ന റൂൾ 41, റൂൾ 41 കഴിഞ്ഞ് റൂൾ 44 അല്ലേ? അതിനിടയ്ക്ക് റൂൾ 42 43 ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി നേരത്തെ മനസ്സിലാക്കിയതാണ്. ശരിയാ? ഓക്കെ, ആയിക്കോട്ടെ, തീർന്നു. ഇനി നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക 17 സബ്സെക്ഷൻ 6 പഠിക്കാനുണ്ട്. 18 സബ്സെക്ഷൻ 6 പഠിക്കാനുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 ചെറിയ സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ തീർന്നു. ശരി, നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ 18 സബ്സെക്ഷൻ 6 പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ വെച്ച് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയണം ഈ സാധനം എവിടെയാണ് പഠിച്ചത്, പഠിച്ച പ്രൊവിഷൻ എന്താണെന്നുള്ള ക്ലിയർ വ്യക്തത നിങ്ങളുടെ കയ്യിൽ വേണം. ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി, നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സ്, നമ്മുടെ ഗുഡ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് ഓക്കെ, ബാക്കി വയ്ക്കാം. ഓൺ വിച്ച് ഐ ടി സി ഹാസ് ബീൻ ഓൾറെഡി ടേക്കൺ ഓക്കെ ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ പേ ദ എമൗണ്ട് ഈക്വൽ ടു. ശരി, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ ഈ സാധനം എവിടെയാണ് പഠിച്ചതെന്ന്. മറന്നുപോയല്ലേ? ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ സപ്ലൈ പഠിച്ച ഓർമ്മയുണ്ട്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വേർ ഐ ടി സി ഹാസ് ബീൻ ഓൾറെഡി ടേക്കൺ. അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വേർ ഐ ടി സി ഹാസ് ബീൻ ഓൾറെഡി ടേക്കൺ. അതിന് റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അതായത് നമ്മുടെ കയ്യിലൊരു മെഷീനറി ഉണ്ട്. മെഷീനറി വാങ്ങിയ സമയത്ത് നമ്മൾ എന്ത് പേ ചെയ്തു? ഒരു GST പേ ചെയ്യുന്നുണ്ടാവും. സപ്പോസ് മെഷീനറിയുടെ വില സ്ഥിരം പറയുന്ന എക്സാമ്പിൾ 10 lakh. അന്നും പറഞ്ഞത് ഇതാ 10% ആണ് GST എങ്കിൽ 1 lakh നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ടാവും? ഐ ടി സി പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ വാല്യൂ വരുന്ന ആ ഇൻവോയ്സിൻ്റെ വാല്യൂ 11 lakh. നമ്മൾ ഈ പറഞ്ഞ 1 lakh rupeesന് ഐ ടി സി ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ശരി, ഇങ്ങനെ ഐ ടി സി ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങ് വിറ്റു. ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വേർ ഐ ടി സി ഹാസ് ബീൻ ഓൾറെഡി ടേക്കൺ. നിങ്ങൾ ഐ ടി സി ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തോ അന്ന് പഠിച്ചു ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകും. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ഒരു ക്യാപിറ്റൽ ഗുഡ്സിനോ ഓൾറെഡി നിങ്ങൾ ഐ ടി സി എടുത്തിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് 60 മാസമാണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫ്. അത് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ കയ്യിൽ വെക്കാണ്ട് നേരത്തെ കൂട്ടി അങ്ങ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എമൗണ്ട് റിവേഴ്സ് ചെയ്യണം. ഓൾറെഡി എടുത്തിരിക്കുന്ന ഈ ഐ ടി സിയില്ലേ, ഈ ഐ ടി സിയിൽ നിന്നും ഒരു ക്വാർട്ടറിലേക്ക് 5% വെച്ചിട്ട് ബാക്കി എമൗണ്ട് എത്ര വരുന്നോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അല്ലെങ്കിൽ അതിനെ ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സെക്ഷൻ 15 നിങ്ങൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ടാക്സ് ചെയ്യണം. അതാ എന്താ പറയുന്നത്? The input tax credit taken on such capital goods or plant and machinery by reduced by 5% for every quarter or part thereof or എന്താ? The tax on transaction value or such capital asset അല്ലെങ്കിൽ എന്ത് plant and machinery determined under section 15. സെക്ഷൻ 15 ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂയോ? സെക്ഷൻ 15 എന്താ പറയുന്നത്? നമുക്ക് നോക്കാം. സെക്ഷൻ 15 എന്താ പറയുന്നത്? നിങ്ങൾ നോക്കി, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ആദ്യമേ നമ്മൾ സെക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ? അതിനകത്ത് സെക്ഷൻ 15 എന്താ പറയുന്നത്? സെക്ഷൻ 15 എന്ന് പറഞ്ഞാൽ വാല്യുവേഷനാണ്. വാല്യൂ ഓഫ് സപ്ലൈയും അതിൻ്റെ കൂടെ വാല്യുവേഷൻ റൂൾസും നമ്മൾ പഠിച്ചതാണ്. വാല്യൂ സപ്ലൈയിൽ പഠിച്ചത് എന്താ? ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ ഇഫ് നോൺ റിലേറ്റഡ്
പ്രൈസ് മസ്റ്റ് ബി സോൾ കൺസിഡറേഷൻ. ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ എന്ത് പോകണം? വാല്യുവേഷൻ റൂൾസ് 27, 28, 29, 30, 31 പോകണമെന്ന് പറഞ്ഞില്ലേ? ആ വാല്യുവേഷൻ റൂൾസ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. സപ്പോസ് നമ്മൾ പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് ആണെന്ന് വെച്ചോ, അവിടെ ITC ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിനാണെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്, അല്ല പോട്ടെ, അവിടെ കൺസിഡറേഷൻ സോൾ കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ വാല്യൂഷൻ റൂൾസ് നോക്കും. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ സപ്പോസ് ആ മെഷീനറിക്ക് ഇപ്പോഴത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 8 lakhs ആണ്. 8 lakhsൽ GST വരുന്നത് 10% ആണ്. അപ്പോൾ 8 വരും, 80,000 വരും. 80,000. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 എമൗണ്ട് വന്നു. എന്താ 2 എമൗണ്ട്? ഒന്നെന്ന് പറയുന്നത് 80,000 ആണ്. ഒന്നെന്ന് പറയുന്നത് എത്രയാണ്? 80,000. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്ന ITCയിൽ നിന്ന് 5% വെച്ച് കുറച്ച് കളയെന്ന് പറഞ്ഞില്ലേ? അതായത് ഓൾറെഡി എടുത്തേക്കുന്ന ITC 1 lakh അല്ലേ? നമ്മൾ സപ്പോസ് ഈ മെഷീനറി ടോട്ടൽ 2 years എക്സാക്ട്ലി 2 years യൂസ് ചെയ്തു. 2 years യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മൊത്തം എത്ര ക്വാർട്ടർ ഉണ്ട്? 2 years എന്ന് പറയുമ്പോൾ മൊത്തം 3, 6, 8 ക്വാർട്ടർ ഉണ്ട്. എത്ര ക്വാർട്ടർ ഉണ്ട്? 8 ക്വാർട്ടർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 5%, 5 into 8 നോക്കാം. 5 into 8 നോക്കുമ്പോൾ 40% എന്നിട്ട് 40%. അപ്പോൾ ഈ പറഞ്ഞ 1 lakhൽ നിന്നും 40% കുറച്ച് 1 lakh നിന്ന് 40% കുറച്ചാൽ ബാക്കി എമൗണ്ട് 60,000 ആണ്. 60,000. ഈ 2 എമൗണ്ട് ഇല്ലേ? 60,000 ഓർ 80,000. ഇതിൽ വിച്ച് എവർ ഈസ് ഹയർ എമൗണ്ട് എടുക്കുക. ആ ഹയർ എമൗണ്ടിന് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എത്ര സെക്ഷൻ കണക്ട് ചെയ്ത് നോക്കി? നമ്മൾ ഫസ്റ്റ് പഠിച്ച സപ്ലൈയിൽ പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് വേർ ICT ഹാസ് ബീൻ ഓൾറെഡി ടേക്കൺ ഇവിടെ വന്നു. വാല്യൂ ഓഫ് സപ്ലൈയിലെ വാല്യുവേഷൻ റൂൾസും വാല്യൂ ഓഫ് സപ്ലൈയിലെ ട്രാൻസാക്ഷൻ വാല്യൂ സോൾ കൺസിഡറേഷൻ അത് വന്നു. വാല്യുവേഷൻ റൂൾസ് വന്നു. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും വന്നു. ഇത്രയും സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ ഒരു ഡീപ്പ് നോളജ് നിങ്ങൾക്ക് എന്തായാലും ഈ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കാര്യമില്ലടാ, നമുക്ക് ഇതുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണിത്, അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ടാക്സ്. അതിൽ നമുക്ക് ഡീപ്പ് നോളജ് വേണം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് മൊത്തം എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് പറഞ്ഞേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിൻ്റെ പുറത്ത് നമ്മൾ ഓൾറെഡി ITC അവൈൽ ചെയ്തിട്ടുണ്ട്. ITC അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ 60 മാസമാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്. ഈ 60 മാസം നമ്മൾ ഈ അസറ്റ് യൂസ് ചെയ്യണമെന്ന്. 60 മാസത്തിന് മുന്നേ നമ്മളിത് വിൽക്കുകയാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ITC ഷുഡ് ബി റിവേഴ്സ്ഡ്. ആ പ്രപ്പോർഷനേറ്റ് ITC എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഓരോ ക്വാർട്ടറിലേക്കും 5% വെച്ച് കുറച്ച് കളയാം. ബാക്കി എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ ITC നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ITC അല്ല, ആ എമൗണ്ട് ഓർ എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ. നമ്മുടെ 15 സെക്ഷൻ വാല്യൂ സപ്ലൈയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നത്. ഒന്നുകിൽ ട്രാൻസാക്ഷൻ വാല്യൂ, സപ്പോസ് ട്രാൻസാക്ഷൻ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച റൂൾസ്, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, കുറേ ഐറ്റംസ് പഠിച്ചില്ലേ? അതനുസരിച്ച് നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കുക. ആ വാല്യൂവിൻ്റെ GST എടുക്കുക. ആ GST ഓർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട്, ഇതിൽ വിച്ച് എവർ ഈസ് ഹയർ എമൗണ്ട്, ഇവിടുത്തെ 60,000 or 80,000 വെച്ചാണ് ഏതാണ് ഹയർ? 80,000 ആണ് ഹയർ. അപ്പോൾ ഈ 80,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. 80,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? ശരി. ഇനി അവിടെ ഒരു പ്രൊവിഷനും കൂടെ പറയാനുണ്ട്. സപ്പോസ് നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും ബ്രിക്സ്, മോൾഡുകൾ, റോ മെറ്റീരിയൽസ്, റീഫാക്ടറി ബ്രിക്സുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത് സ്ക്രാപ്പിന്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മോൾഡുകളും ഡൈസൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് തന്നെയാണ്. മോൾഡ്, ഡൈസ്, ഫിക്സ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലടാ. അതായത് നമ്മുടെ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഗുഡ്സുകളൊക്കെയാണ് ഈ ഐറ്റംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒരു മോൾഡിലേക്ക് പ്രോപ്പർ പ്രഷറിൽ, പ്രോപ്പർ ടെമ്പറേച്ചറിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ഡൈ നമ്മൾ പ്രസ് ചെയ്ത് ആ ഷേപ്പിൻ്റെ ചെയറിലുള്ള ഡൈക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു മോൾഡിനകത്ത് പ്രോപ്പറായിട്ട് ഒഴിച്ച് അത് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ചെയർ കിട്ടുന്നത്. ആ ചെയർ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ചെയർ നമ്മൾ എന്ത് ചെയ്ത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇനി ആ മോൾഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ അസറ്റ്, ആ ഒരു മെഷീനറി നമ്മൾ യൂസ് ചെയ്യും, പക്ഷേ അതിൻ്റെ മോൾഡ് മാറ്റും. പുതിയ ചെയറിൻ്റെ രീതിയിലുള്ള മോൾഡ് നമ്മൾ യൂസ് ചെയ്യും. പുതിയ ചെയറിൻ്റെ രീതിയിലുള്ള മോൾഡ് യൂസ് ചെയ്യും. അപ്പോൾ പഴയ മോൾഡ് നമ്മൾ എന്ത് ചെയ്യും? അതൊരു സ്ക്രാപ്പിന് സെയിൽ ചെയ്യും. അപ്പോൾ മോൾഡ് ഒരു ക്യാപിറ്റൽ അസറ്റാണ്. അതിനകത്ത് മുകളിൽ നമ്മൾ ITC എടുത്തിട്ടുണ്ട്. അത് സെയിൽ ചെയ്യുന്ന സമയത്ത് ITC റിവേഴ്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ കാണിക്കേണ്ടി വരും. ഇതൊന്നും നിങ്ങൾ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി എന്താ മതി? ആ സ്ക്രാപ്പിന് സെയിൽ ചെയ്യുന്ന സമയത്ത് എത്രയാണോ വാല്യൂ സപ്ലൈ നോക്കുക, ആ വാല്യൂ സപ്ലൈന് വേണ്ടി നമ്മൾ GST എടുക്കത്തില്ലേ, അത് മാത്രം ചെയ്താൽ മതി. ഈ കമ്പാരിസൺ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ആ പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. പ്രൊവൈഡഡ് ദാറ്റ് വേർ റീഫാക്ടറി ബ്രിക്സ് അല്ലെങ്കിൽ മോൾഡ്സ്, ഡൈസ്, റിഗ്സ് അല്ലെങ്കിൽ ഫിക്സ്റ്റേഴ്സ് സപ്ലൈഡ് ആ സ്ക്രാപ്പായിട്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. സ്ക്രാപ്പായിട്ട് വിൽക്കുന്ന സമയത്ത് എത്രയാണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന വില വാല്യൂ സപ്ലൈ ട്രീറ്റ് ചെയ്താൽ മതി. കണ്ടോ? നോക്കി. ടാക്സബിൾ പേഴ്സൺ മേ പേ ടാക്സ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഫോർ ദ ഗുഡ്സ് ഡിറ്റർമിൻഡ് അണ്ടർ റൂൾ 15 എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾ 15 പഠിച്ച കാര്യം. നോർമലി ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ വാല്യുവേഷൻ റൂൾസ് അത് മാത്രം നോക്കിയാൽ മതി. ITC കണ്ടുപിടിച്ച് അതിൻ്റെ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് കുറച്ച് കളഞ്ഞാൽ ആ പരിപാടിയൊന്നും ചെയ്യേണ്ട. പിടികിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, മനസ്സിലായി. ഇനി നമ്മുടെ കയ്യിൽ പെൻഡിങ് ഇരിക്കുന്ന 2 സെക്ഷൻസ് ആണ്. 2 സത്യം പറഞ്ഞാൽ 3 ഉണ്ട്. 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്. സിമ്പിളാണ്. ഇതിൽ 19 നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. 19 നമുക്ക് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് ജോബ് വർക്കർ സെക്ഷൻ 19 ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ടോപ്പിക്ക്. എന്താണ് ജോബ് വർക്കർ സെക്ഷൻ 19 എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ജോബ് വർക്ക് എന്താണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ,
ഞങ്ങളുടെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത ഫേമിൽ സാർ ഓഡിറ്റ് ചെയ്തൊരു ഫേമുണ്ട് അപ്പോളോ ടൈസ് എന്ന് പറഞ്ഞ കമ്പനി ഒരു പ്രാവശ്യം കോസ്റ്റ് ഓഡിറ്റ് ചെയ്തത് ഞങ്ങളുടെ സാറാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഫേമിൻ്റെ ഒരു പരിപാടിക്ക് എന്തോ കാര്യത്തിന് എനിക്ക് ഈ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് ഞാൻ അപ്പോളോ ടൈസിൻ്റെ ഓഡിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കില്ല, നമ്മൾ ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടും സാർ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാൻ ഒരു എന്തൂസിയാസം കൊണ്ട് ജസ്റ്റ് നോക്കി. അപ്പോൾ നമുക്ക് അപ്പോളോ ടൈസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ശരി, അപ്പോളോ ടയേഴ്സ് എന്താ മാനുഫാക്ചർ ചെയ്യുന്നത്? അപ്പോളോ ടയേഴ്സ് അത് ഒരു പ്രോപ്പർ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന ടയറാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അവർക്ക് വേറെ ഒരു പ്രോഡക്റ്റും ഇല്ല, ടയർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. ടയറിനും ആവശ്യമായിട്ടുള്ള ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ്ലെസ് ടയർ എന്തായിക്കോട്ടെ, ടയറാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ടയറിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റബ്ബറാണ് അവരുടെ മെയിൻ റോ മെറ്റീരിയൽ. ഈ റബ്ബർ സപ്ലൈ ചെയ്യുന്ന കുറേ സപ്ലൈയേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേരളമാണ് ഇന്ത്യയിലോ ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്ന, റബ്ബറിൻ്റെ പ്രൈമറി പ്രൊഡക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് എല്ലാ റബ്ബറും, മെജോറിറ്റി കേരളത്തിൻ്റെ മുഴുവൻ റബ്ബർ വരുന്നത്. അതും കോട്ടയം ആ ഒരു സൈഡാണ് കൂടുതൽ റബ്ബർ കൾട്ടിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന MRF ടയർസ് അല്ലെങ്കിൽ അപ്പോളോ ടയർസ് എന്ന് പറഞ്ഞ കമ്പനികൾക്ക്, ഇപ്പോൾ നമുക്ക് അപ്പോളോ തന്നെ എടുക്കാം. അപ്പോളോ ടയർസാണ് നമ്മുടെ കമ്പനി. ഈ അപ്പോളോ ടയർസിന് കുറേ കമ്പനികൾ റബ്ബർ എന്ത് ചെയ്യും, കുറേ സപ്ലൈസ് ഉണ്ട്. ഇതുപോലെ കൾട്ടിവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് റബ്ബർ ഷീറ്റായിട്ട് എടുക്കും. റബ്ബർ ഷീറ്റ് അപ്പോളോ ടയർസിന് കൊടുക്കും. അപ്പോളോ ടയർസ് എന്തായി മാറ്റും, ഇത് അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ മാനുഫാക്ചർ ചെയ്തിട്ട് അതെന്തായി മാറ്റും, ടയേഴ്സാക്കി മാറ്റും. ഇതല്ലേ അവരുടെ പരിപാടി, ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ അപ്പോളോ ടയർസിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത റബ്ബർ എന്ന് പറഞ്ഞാൽ ഈ കർഷകരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റബ്ബർ ഷീറ്റ് ആയിരിക്കും, നമ്മുടെ റബ്ബർ ഷീറ്റ് ആയിരിക്കും. ഈ റബ്ബർ ഷീറ്റിൻ്റെ കെമിക്കലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് ഈ റബ്ബർ ഷീറ്റിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി അവർക്ക് വേണ്ട പ്യുവർ ഫോർമാറ്റിലാക്കിയിട്ട് ചെറിയ റബ്ബറിന് ചെറിയ പില്ലറ്റ്സ് ആയിട്ടില്ലേ, ചെറിയ പില്ലറ്റ്സ് ആയിട്ടാണ് ഇവർക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് വേണ്ടതെന്ന് വെച്ചോ. ചെറിയ പില്ലറ്റ്സ് ആണ് റോ മെറ്റീരിയൽസ് വേണ്ടത്. അപ്പോൾ ജോബ് വർക്കേഴ്സ് ഉണ്ട്. ജോബ് വർക്കേഴ്സ് ഉണ്ട്. ഈ ജോബ് വർക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ജോബ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പോളോ ടയർസ് എന്ത് ചെയ്യും, അവർ ഈ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് റബ്ബർ ഷീറ്റായിട്ട് മേടിക്കും. എന്നിട്ട് ഈ റബ്ബർ ഷീറ്റ് ജോബ് വർക്കേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. ജോബ് വർക്കേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. ഈ ജോബ് വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അവർ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ റബ്ബർ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് കെമിക്കലും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതിനെല്ലാം ചെറിയ നമ്മുടെ ഈ അപ്പോളോ ടയർസിന് വേണ്ട അല്ലെങ്കിൽ അതുപോലുള്ള മാനുഫാക്ചറേഴ്സിന് വേണ്ട ചെറിയ പെല്ലറ്റ്സ്, റബ്ബറിന് ചെറിയ പീസ് ആൻഡ് പെല്ലറ്റ്സ് അവർക്ക് വേണ്ട ഫോർമാറ്റിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കും. പിടിയോ. അപ്പോൾ ഇവിടുത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സപ്ലയർ അപ്പോളോ ടയർസിന് കൊടുക്കുന്നു, അപ്പോളോ ടയർസ് ജോബ് വർക്കർക്ക് കൊടുക്കുന്നു, ജോബ് വർക്കർ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് അപ്പോളോ ടയർസിന് കൊടുക്കുന്നു, അപ്പോളോ ടയർസ് അത് ടയർ ഉണ്ടാക്കി മാറ്റുന്നു. ഇതിൽ നടക്കുന്നത് സപ്ലയർ അപ്പോളോ ടയർസിന് കൊടുക്കുന്നു, അപ്പോളോ ടയർസ് ജോബ് വർക്കറിന് കൊടുക്കുന്നു, അവരത് പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് അപ്പോളോ ടയർസിന് റോ മെറ്റീരിയലായിട്ട് തിരിച്ചു കൊടുക്കുന്നു, അപ്പോളോ ടയർസ് അത് ടയർ ഉണ്ടാക്കി മാറ്റുന്നു. ഓക്കെ, ഇതാണ് ട്രാൻസാക്ഷൻ. ശരി, ഇനി നോക്കി, സപ്ലയർ അപ്പോളോ ടയർസിന് കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പോളോ ടയർസിന് ITC ക്ലെയിം ചെയ്തൂടെ? ITC ക്ലെയിം ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിക്കുകയാണ് ഫോർ ഫർദർ സപ്ലൈ, അവർക്ക് ITC ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ITC ക്ലെയിം ചെയ്യാം. എന്നിട്ട് ഇവർ ഈ ഗുഡ്സ് സെയിൽ ചെയ്യല്ല ചെയ്യുന്നത്, ഇവർ നേരെ ആരുടെയാണ് കൊടുക്കുന്നത്? ജോബ് വർക്കേഴ്സിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. സെയിൽ ചെയ്തോ? ഇല്ല. അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടാക്സ് മേടിക്കേണ്ടി വരും അല്ലേ? ഇവിടെ കൺസിഡറേഷനില്ല, ഒന്നുമില്ല. നമ്മുടെ റോ മെറ്റീരിയൽ നമ്മൾ ജോബ് വർക്കർക്ക് കൊടുക്കുന്നു, അവർ ജോബ് വർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. ഇത് സപ്ലൈ ആണോ? അല്ല, സപ്ലൈ അല്ല. അപ്പോൾ ജോബ് വർക്കറിന് കൊടുക്കുന്നു, ജോബ് വർക്കർ അത് എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവന്മാരത് സെയിൽ ചെയ്യുന്നു, ടയറായിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ITC യൂട്ടിലൈസ് ചെയ്യും. ഇതല്ലേ ട്രാൻസാക്ഷൻ. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ITCയുടെ ഫ്ലോ നടക്കുന്നതെന്നാണ് പറയുന്നത്. ശരി, ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. എന്താണെന്നറിയാമോ? ഇപ്പോൾ എല്ലാ മാസവും സപ്ലയർ അപ്പോളോ ടയർസിന് കൊടുക്കുന്നു, അപ്പോളോ ടയർസ് ജോബ് വർക്കർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോളോ ടയർസ് പ്രോസസ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് തരുന്നു, നമ്മളത് വെച്ച് ടയർ ഉണ്ടാക്കുന്നു. അതിന് പകരം നമ്മൾ സപ്ലൈസിനോട് പറയാം, ശരി ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് നമ്മുടെ ജോബ് വർക്കറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? അവർ പറയും പറ്റും, എന്താ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് സപ്ലയർ കൊടുക്കും, സപ്ലയർ നേരിട്ട് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അപ്പോളോ ടയർസിൻ്റെ മുകളിലേക്ക് എത്തിക്കും. ഇവിടെ അപ്പോളോ ടയർസിന് ITC എടുക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ അപ്പോളോ ടയർസിന് ITC എടുക്കാൻ പറ്റും. ഈ മോഡലിനെ വിളിക്കുന്ന പേരെന്താ? ബിൽ ടു ഷിപ്പ് ടു മോഡൽ. നമ്മൾ ബില്ല് ചെയ്യുന്ന ഒരാളുടെ പേരിൽ, ഷിപ്മെൻറ്റ് ചെയ്യുന്ന മറ്റൊരാളുടെ പേരിൽ, അല്ലേ? ബിൽ ടു ഷിപ്പ് ടു മോഡൽ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാമറയുടെ എക്സാമ്പിളോ പ്രൊജക്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞവർ വേണ്ടോ? എനിക്ക് 100 പ്രൊജക്ടർ വേണം. ഞാൻ എൻ്റെ അടുത്തുള്ള കടയിലെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നേരെ സോണി കമ്പനിയോട് പറഞ്ഞു, സോണി കമ്പനി ഡയറക്റ്റ് എനിക്ക് ഡെലിവറി ചെയ്തു. ചേട്ടൻ ITC എടുക്കാൻ പറ്റും എന്ന് പഠിച്ചു. സെയിം എഫക്റ്റ് തന്നെ ഇവിടെ. സപ്ലയർ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നതിന് പകരം സപ്ലയർ റെസിപ്പിയൻറ്റിന് പറഞ്ഞിട്ട് എന്ത് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തു. സപ്ലയർ കൊടുത്തതുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സപ്ലയർക്ക് എന്ത് ചെയ്യാം, ITC ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ബിൽ ടു ഷിപ്പ് ടു മോഡൽ വേണമെങ്കിൽ ഇവിടെ നടക്കാം. ബിൽ ടു ഷിപ്പ് ടു മോഡൽ വേണമെങ്കിൽ ഇവിടെ നടക്കാം. ഇനി ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് അറിയാമോ? അപ്പോളോ ടയർസിന് ITC എടുക്കാം, പക്ഷേ
ഈ കൊടുക്കുന്ന ഗുഡ്സ് വിത്തിൻ 1 ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ ജോബ് വർക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടണം. അതായത് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ഇൻപുട്ട് ഗുഡ്സ് ആണെന്ന് വെച്ചോ, വിത്തിൻ 1 ഇയേഴ്സിനുള്ളിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരണം. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ വർക്ക് ചെയ്തിട്ട് ജോബ് വർക്കർ നമുക്ക് തിരിച്ചു തരണം. അങ്ങനെ പറഞ്ഞേ ജോബ് വർക്കറിന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ് 1 ഇയറിനുള്ളിൽ അവർ പ്രോസസ്സ് ചെയ്ത് അവരുടെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് 1 ഇയറിനുള്ളിൽ തിരിച്ച് ഡെലിവറി ചെയ്യണം. ഇല്ലെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ ആ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തരണം. പിടിയോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങനെ അല്ലെങ്കിലോ, ഒരു കുറേ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ കൊടുത്തു, 3 ഇയേഴ്സിനുള്ളിൽ അവർ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ എന്നാണോ നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് ജോബ് വർക്കർക്ക് കൊടുക്കുന്നത് ആ ഡേറ്റിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. 3 വർഷം മുന്നേ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് 3 വർഷം മുന്നേ സപ്ലൈ ആണ്, പക്ഷേ അതിൻ്റെ ടാക്സ് നമ്മൾ ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റും അതിന് വേണ്ടിയിട്ടുള്ള പെനാൽറ്റിയും കൂടെ ചേർത്തൊരു ബൾക്ക് എമൗണ്ടായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. പിടികിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേ. ഒരു ജോബ് വർക്കർ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 ഇയേഴ്സിനുള്ളിൽ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരണം. ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ 1 ഇയറിനുള്ളിൽ പ്രോസസ് ചെയ്തിട്ട് തിരിച്ചു തരണം. സപ്പോസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആരാണ്? അപ്പോളോ ടയർസ് ഓൾറെഡി അവൈൽ ചെയ്തിരിക്കുന്ന ITC ഇല്ലേ, നിങ്ങൾ ഓൾറെഡി ഫുൾ ITC അവൈൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുക, നിങ്ങൾ എന്നാണോ ആ ഗുഡ്സ് കൊടുത്തത് അന്ന് അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ 3 വർഷം മുന്നേ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 വർഷം മുന്നേ അതെന്താണ്? സപ്ലൈ ആണ്. ആ 3 വർഷം തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ആ ടാക്സ് എമൗണ്ട് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് പ്ലസ് അതിൻ്റെ പെനാൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെനാൽറ്റി എമൗണ്ടും കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ടാക്സ് അടയ്ക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പിടികിട്ടിയോ? ചില ജെനുവിൻ കേസസ് ഒക്കെ ഉണ്ട്. ചില ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ 3 വർഷത്തിനേക്കാളും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിനെ കാണാൻ അയാൾ നമ്മൾ റീസൺ ചോദിക്കും. അയാൾ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ 1 വർഷം കൂടെ ഞങ്ങൾ എക്സ്ട്രാ സമയം തരാം, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 2 വർഷം കൂടെ എക്സ്ട്രാ സമയം തരാം. ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. പിടികിട്ടിയോ? ചേട്ടാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഡൗട്ടുണ്ട്. എന്താ? ഈ പറയുന്ന സപ്ലൈ നടക്കുന്നുണ്ട്, അതായത് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് അപ്പോളോ ടയർസിന് ഗുഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോളോ ടയർസ് എത്രയാണ് ജോബ് വർക്കർക്ക് കൊടുത്തത് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ അറിയും? കാരണം അത് സപ്ലൈ അല്ല. സപ്ലൈ ആയിരുന്നെങ്കിൽ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്താൽ അവിടെ GST മേടിച്ചാൽ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ അത് സപ്ലൈ പോലും അല്ല. അപ്പോൾ ഈ GST ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ അറിയും? അത് ശരിയാണ്. അതുപോലെ ഈ പറഞ്ഞ ജോബ് വർക്കർ 1 ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 3 ഇയേഴ്സിനുള്ളിൽ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ ഈ ഗുഡ്സ് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തന്നു എന്ന് GST ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ അറിയും? അവർക്കറിയാൻ വഴിയൊന്നുമില്ലല്ലോ. സപ്ലൈ ആയിരുന്നെങ്കിൽ അവിടെ ഇൻവോയ്സ് ഉണ്ട്, ഇൻവോയ്സ് നമ്മൾ ഓരോ പ്രാവശ്യം GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ സപ്ലൈ അല്ല, ഒരു കുന്തമല്ല. അപ്പോൾ എന്താ GST ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ഈ പറഞ്ഞ പരിപാടി അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ അറിയാനായിട്ട് ഒരു മെത്തേഡ് കൊണ്ടുവന്നു. ഒരു ചെല്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ചെല്ലാൻ അണ്ടർ സെക്ഷൻ 55 നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ചെല്ലാൻ അണ്ടർ സെക്ഷൻ 55 ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ പ്രിൻസിപ്പൽ, അതായത് അപ്പോളോ ടയർസ് ജോബ് വർക്കർക്ക് കൊടുക്കുമ്പോൾ സെക്ഷൻ 55 എന്ന് പറയുന്ന സെക്ഷൻ 55 എന്ന് പറഞ്ഞ സെക്ഷനകത്ത് ഒരു ചെല്ലാനുണ്ട്. ആ ചെല്ലാൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റ്, ഒരു സെറ്റ് ഓഫ് സംഭവം പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് എത്ര ഗുഡ്സാണ് കൊടുക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്ന് തിരിച്ചു തരും, അതിൻ്റെ വാല്യൂ സപ്ലൈ, എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ചെല്ലാൻ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആ ചെല്ലാൻ നമ്മുടെ ജോബ് വർക്കർ അക്നോളജ് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ ട്രാക്ക് കിട്ടി. ഇപ്പോൾ ഗവൺമെൻറ് മനസ്സിലാവും 1 ഇയറിനുള്ളിൽ ഗുഡ്സ് തിരിച്ച് കിട്ടിയോ, 3 ഇയേഴ്സിനുള്ളിൽ ക്യാപിറ്റൽ ഗുഡ്സ് തിരിച്ച് കിട്ടിയോ എന്ന് ഗവൺമെൻറ് മനസ്സിലാവും. തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ വർഷം അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും, എലോങ് വിത്ത് ഇത്രയും കാലത്തെ ഇൻട്രസ്റ്റ് പ്ലസ് പെനാൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിടികിട്ടി. സിമ്പിൾ പ്രൊവിഷനാണ്, പക്ഷേ കുറേ കോംപ്ലക്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ജോബ് വർക്കർ എന്താണെന്നുള്ള ഡെഫിനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ ഈ പറഞ്ഞ 18, 19 സെക്ഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ജോബ് വർക്കറിൻ്റെ ഡെഫിനേഷൻ ഇല്ല, പക്ഷേ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ജോബ് വർക്കർ മീൻസ് any treatment or a process undertaken by a person on goods belonging to another registered person, and the expression of job worker shall be constructed accordingly. Okay, content of job worker. Okay, the ownership of goods doesn't transfer to the job worker. കണ്ടോ, നമ്മുടെ ഈ MRF അപ്പോളോ ടയർസ് ഓണർഷിപ്പ്, ആ റബ്ബറിന് ഓണർഷിപ്പ് ജോബ് വർക്കർ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക. ഇറ്റ് സ്റ്റിൽ അതെപ്പോഴും ആരെ തന്നെ കാണും? റെസിസ്റ്റ് വിത്തിൻ the principle. Okay, job worker is required to carry out the process specified by the principle of goods. Okay, അങ്ങനെയാണെങ്കിൽ നോക്കി, ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഓഫ് ജോബ് വർക്കർ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ മനസ്സിലാക്കിയാൽ മതി. ടേബിളുടെ ഫ്ലോ ചാർട്ട് എന്താ നോക്കി, പ്രിൻസിപ്പൽ ഗുഡ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഇൻപുട്ട് സെൻഡ് ബൈ ജോബ് വർക്കർ ആസ് പെർ സെക്ഷൻ 144 നോട്ട് സപ്ലൈ, ആസ് പെർ സെക്ഷൻ 144 നോട്ട് സപ്ലൈ. എന്ത് സംഭവം മനസ്സിലായില്ല. ഇത് ഈ സെക്ഷൻ 143 നിങ്ങൾ വിട്ടേക്ക്. 143 കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട. അതായത് സപ്ലൈ അല്ല നമുക്കറിയാം, ഇത് സപ്ലൈ അല്ലെന്ന് നമുക്കറിയാം അല്ലേ? ഇത് സപ്ലൈ അല്ലെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്.
കാരണം ജോബ് വർക്കർ കൊടുക്കുമ്പോൾ ജോബ് വർക്ക് ചെയ്ത് തിരിച്ചു തരാൻ സപ്ലൈ അല്ല. ഇവിടെ ആദ്യമേ പറയുന്നത് ഇൻപുട്ട് ഗുഡ്സ് ആണ്, രണ്ടാമത് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇൻപുട്ട് ഗുഡ്സ് ആണ്, രണ്ടാമത് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ വിത്ത് റിട്ടേൺ ചെയ്യണം. എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയേഴ്സിനുള്ളിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയേഴ്സിനുള്ളിൽ. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യണം. എന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇയേഴ്സിനുള്ളിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇയേഴ്സിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ITC നീഡ് നോട്ട് ടു ബി റിവേഴ്സ്ഡ്. അത് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി 1 ഇയറിനുള്ളിൽ റിവേഴ്സ് ചെയ്തില്ലെങ്കിലോ, 1 ഇയറിനുള്ളിൽ ഗുഡ്സ് നമുക്ക് തിരിച്ച് റിട്ടേൺ തന്നില്ലെങ്കിലോ, അതുപോലെ 3 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് തിരിച്ച് റിട്ടേൺ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തന്നില്ലെങ്കിൽ ഇറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അതിനെ ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ITC റിക്വയർഡ് ടു ബി റിവേഴ്സ്ഡ്. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത്? പേ ദ എമൗണ്ട് ഈക്വൽ ടു ദ ക്രെഡിറ്റ് അവൈൽഡ്. നമ്മൾ അവൈൽ ചെയ്ത ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കിടപ്പുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു 1 ലൈൻ കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കിടപ്പുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇൻ കേസ് ഓഫ് മോൾഡ്, ഓക്കെ, മോൾഡുകളോ ഡൈസോ ഫിക്സ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ അത് ഈ 1 ഇയറിനുള്ളിൽ 3 ഇയറിനുള്ളിൽ റിട്ടേൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്താ സംഭവം? 19 സബ്സെക്ഷൻ 7 ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞില്ലടാ, ഇപ്പോൾ അപ്പോളോ ടയർസിന് പെല്ലറ്റ്സ് വേണം. അവർക്ക് വേണ്ട പെല്ലറ്റ് ഒരു പ്രത്യേക ഷേപ്പിലാണ്. ആ പെല്ലറ്റ് ഉണ്ടാക്കാനുള്ള ഡൈ അപ്പോളോ ടയർസ് സപ്ലൈ ചെയ്തിട്ടുണ്ട് അവർക്ക്, നമ്മുടെ ജോബ് വർക്കർക്ക്. അപ്പോൾ ജോബ് വർക്കറിൻ്റെ അപ്പോളോ ടയർസിൻ്റെ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ആ ഡൈ അല്ലെങ്കിൽ ആ ഒരു മോൾഡ് എന്ന് പറയുന്നത്. അത് ആർക്ക് കൊടുത്തു? ജോബ് വർക്കർ കൊടുത്തു. ജോബ് വർക്കർ 10 കൊല്ലമാണ് കോൺട്രാക്ടെങ്കിൽ 10 കൊല്ലം ഈ പറയുന്ന മോൾഡ് വെച്ചിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിടിയോ? അതിന് ഈ പറഞ്ഞ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ റിട്ടേൺ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതിനെ സപ്ലൈ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല. അത് അപ്പോളോ ടയർസിൻ്റെ അസറ്റ് തന്നെയാണ്. പിടിയോ? അവിടെ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ അല്ലേ? നോക്കി ടൈം ലിമിറ്റ് നോക്കി. 1 ഇയർ ഓർ 3 ഇയർ ഷാൽ ബി കണ്ടിന്യൂഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീവ്ഡ് ഓഫ് ഇൻപുട്ട് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് ബൈ ദ ജോബ് വർക്കർ, വെദർ സെൻഡ് ഡയറക്ട്ലി ടു ദ ജോബ് വർക്കർ. എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ജോബ് വർക്കർ കൊടുത്തു, അല്ലെങ്കിൽ സപ്ലയർ ഡയറക്റ്റ്ലി ജോബ് വർക്കർ കൊടുത്തു. ആ കൊടുക്കുന്ന ഡേ, എക്സാക്ട്ലി ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കൊടുക്കുന്ന ഡേ, അന്ന് മുതലാണ് ഈ പറഞ്ഞ ഡേയ്സ്, ഈ പറഞ്ഞ 1 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കൗണ്ട് ചെയ്യുന്നത്. 1 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കൗണ്ട് ചെയ്യുന്നത്. പിടിയോ? അതിൻ്റെ സെക്കൻഡ് പ്രൊവിസോ എന്താ പറയുന്നത് അറിയാമോ? സെക്കൻഡ് പ്രൊവിസോ ടു സെക്ഷൻ 143 എന്താ പറയുന്നത് അറിയാമോ? ദ പീരീഡ് ഓഫ് 1 ഇയർ അല്ലെങ്കിൽ ദ പീരീഡ് ഓഫ് 3 ഇയേഴ്സ് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? ഓൺ സഫിഷ്യൻറ്റ് കോസ്റ്റ് ബീങ് ഷോൺ. അതായത് അതിൻ്റെ റീസൺ നമ്മൾ ഒരു പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ കമ്മീഷണർ ഓഫ് GST ഡിപ്പാർട്ട്മെൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ നമ്മളത് ധരിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫർദർ എക്സ്റ്റെൻഡഡ് നോട്ട് മോർ ദാൻ 1 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ്. പിടിയോ? ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ എഗെയിൻ ഒരു 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തോളാം. ഇനി റൂൾ 45 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വെറുതെ പറഞ്ഞേക്കുക. നമുക്ക് നോക്കാം. ദ ഇൻപുട്ട് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ദ ക്യാപിറ്റൽ ഗുഡ്സ് ഷാൾ ബി സെൻഡ് ടു ദ ജോബ് വർക്കർ അണ്ടർ ദ കവർ ഓഫ് എ ചെലാൻ ഇഷ്യൂഡ് ബൈ ദ പ്രിൻസിപ്പൽ. എന്ത് ഇഷ്യൂ ചെയ്യണം? ഒരു ചെലാൻ ഇഷ്യൂ ചെയ്യണം. ഒരു ചെലാൻ ഇഷ്യൂ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ചെലാൻ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, including where such goods are directly to the job worker and where the goods are sent from one job worker to another job worker. ഒരു ജോബ് വർക്കർ വേണമെങ്കിൽ മറ്റൊരു ജോബ് വർക്കർക്ക് കൊടുക്കാം. അപ്പോഴും സെയിം ഈ പറഞ്ഞ സെയിം ചെലാൻ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ചെലാൻ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ആ ചെല്ലാനകത്ത് എന്തൊക്കെ വേണം? ചെലാൻ ഇഷ്യൂഡ് ബൈ ദ പ്രിൻസിപ്പൽ മേ ബി എൻഡോസ്ഡ് ബൈ ദ ജോബ് വർക്കർ. അതിനകത്ത് എന്തുണ്ടാവും? അതായത് ഞാൻ പറയുന്നത് മനസ്സിലായത്, നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോളോ ടയർസ് ഒരു ജോബ് വർക്കർ കൊടുത്തു. ആ ജോബ് വർക്കർക്ക് വേണമെങ്കിൽ ഈ സെയിം സാധനം മറ്റൊരു ജോബ് വർക്കർക്ക് കൊടുക്കാം. കുറേ ലോഡ് അധികമായി, അപ്പോൾ നമ്മുടെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കമ്പനിക്ക് വേണമെങ്കിൽ ഈ വർക്ക് കൊടുക്കാം. പിടിയോ? അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ഈ ചെല്ലാൻ അങ്ങോട്ടേക്ക് എൻഡോസ് ചെയ്യും. ഈ ചെല്ലാനകത്ത് കുറേ കണ്ടന്റ് ഉണ്ട്. അതിൻ്റെ താഴെയാണ് ആ റൂൾ 55 പറയുന്നത് ചെല്ലാൻ്റെ കുറേ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാല്യൂ സപ്ലൈ എന്ന് തിരിച്ചു കൊടുക്കും. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അത് മാത്രമല്ല ദ ചെലാൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഡെസ്പാച്ച്ഡ് by the job worker or received by the job worker during the specific period shall included in GST ITC 04. കണ്ടോ, നമ്മുടെ GST ITC 04 എന്ന് പറഞ്ഞ ഫോമിനകത്ത് ഈ ചെല്ലാനെല്ലാം കയറി പോകണം. ആ GST ITC 04 ഫർണിഷ് ചെയ്യേണ്ട ഡേറ്റും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോക്കി, GST ITC 04 ഫർണിഷ്ഡ് ഫോർ ദാറ്റ് പീരീഡ് on or before 25th of the next month succeeding the set period. ഇവിടെ പണ്ട് സെറ്റ് പീരീഡ് എന്നല്ല, ഇവിടെ പണ്ടൊരു ക്വാർട്ടർ എന്നായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം വന്ന അമെൻമെൻറ്റിന് തൊട്ട് മുന്നേ വന്ന അമെൻമെൻറ്റിലാണ് സെറ്റ് പീരീഡ് എന്നാക്കി ഒരു സ്പെസിഫിക് പീരീഡ് ആക്കി മാറ്റി. അതായത് ഈ പറഞ്ഞ GST ITC 04 ഫയൽ ചെയ്യേണ്ടത് പണ്ട് സെറ്റ് പീരീഡ് എന്നായിരുന്നു. ചിലപ്പോൾ ഓരോ മാസം അല്ല ക്വാർട്ടർ എന്നായിരുന്നു. അപ്പോൾ ഓരോ ക്വാർട്ടറിലുമായിരുന്നു നമ്മൾ GST ITC 04 ഫയൽ ചെയ്യേണ്ടത്. 04 ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെല്ലാനും ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കയറിപ്പോകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സെറ്റ് പീരീഡ് എന്നാക്കി. ഇപ്പോൾ അതിനെന്ത് ചെയ്തു? ആക്ച്വലി ഒരു സെറ്റ് പീരീഡ് എന്നാക്കി. ആ സെറ്റ് പീരീഡ് ഇവിടെ എന്താ പറയുന്നത് നോക്കി. സെറ്റ് പീരീഡ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി. ആ നോക്കി, ഹാഫ് ഇയർലി സെറ്റ് ആ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി. എന്താണ് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി? നമ്മുടെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 5 കോടി രൂപ
പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 5 കോടി രൂപയിൽ എക്സിസ്റ്റ് ചെയ്യുന്നവർക്ക്, പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 5 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇയർലി ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡേറ്റും ഇവിടെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഞാൻ നോക്കി, ദ പീരീഡ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് മന്ത്സ് കമൻസിങ് ഫ്രം 1st April ആൻഡ് ദ 1st October. കണ്ടോ, അതായത് 2 ക്വാർട്ടർ. ഒരു ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന 1st April. അത് എന്താ ഇന്ന് തീരും? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 31 ക്വാർട്ടർ തീരും. അല്ലെ, ഇതാണ് ഒരു ക്വാർട്ടർ. അടുത്ത ക്വാർട്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്യും? October 1 സ്റ്റാർട്ട് ചെയ്യും, മാർച്ച് 31 തീരും. മാർച്ച് 31 തീരും ഇല്ലേ? തീരത്തില്ലേ? അപ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ പറയുന്ന ഡേറ്റിൽ, ഏത് ഡേറ്റിൽ? 25. ഇതാ കണ്ടോ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന 25ാമത്തെ ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ കഴിയുകയാണെങ്കിലോ, ഇപ്പോൾ ഏപ്രിൽ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ക്വാർട്ടർ കഴിയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒക്ടോബർ 25 ഫയൽ ചെയ്യണം. ഒക്ടോബർ മാർച്ച് എന്ന് പറഞ്ഞ ക്വാർട്ടർ കഴിയുമെങ്കിൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 25 നമ്മൾ ഫയൽ ചെയ്യണം. എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് നോക്കി, ഞാൻ പറഞ്ഞ ടേൺ ഓവർ ലിമിറ്റ് വായിച്ചില്ല ഇതുവരെ. ആ ടേൺ ഓവർ ലിമിറ്റ് നോക്കി, ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രിൻസിപ്പൽ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് 5 crores, 5 കോടി രൂപ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ. ഇനി സപ്പോസ് 5 കോടി രൂപയുടെ താഴെയാണ് അവരുടെ ടേൺ ഓവർ എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ ഇല്ലെങ്കിലോ, അങ്ങനെ സംഭവിച്ചൂടെ? എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, എനിക്ക് പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 2 കോടിയാണ്. ഈ കേസിലൊക്കെ നിങ്ങൾ ആനുവലി, ഇയർ ബേസിൽ ഒരു വർഷം തോറും ഫയൽ ചെയ്താൽ മതി. അത് എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് 25th, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് 25th. പിടികിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യങ്ങളാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. പിടികിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത റൂൾ നിങ്ങൾ വായിച്ചു നോക്കി. വേർ ദ ഇൻപുട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആർ നോട്ട് റിട്ടേൺ ടു ദ പ്രിൻസിപ്പൽ വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ഇൻ സെക്ഷൻ 143. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ, അതായത് ഗുഡ്സ് ആണെങ്കിൽ 1 year, അല്ല ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 yearsനുള്ളിൽ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി സപ്പോസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് 1 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ഒരു 2 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷാൾ ബി ഡീംഡ് ദാറ്റ് സച്ച് ഇൻപുട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് has been supplied by the supplier to the job worker on the date when the said input അല്ലെങ്കിൽ capital goods were sent out, and the said supply shall be declared in GSTR 1, and the principal shall be liable to pay tax along with applicable interest or penalty if there. പിടിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് എന്നാണോ നമ്മൾ ഈ ഗുഡ്സ് അയാൾക്ക് ജോബ് വർക്കർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത്, അന്ന് മുതൽ ഇന്ന് വരെയുള്ള, അതായത് അന്നത്തെ സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. GSTR 1 നമ്മളിപ്പോൾ ഫയൽ ചെയ്യണം, അന്നത്തെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ഇത്രയും നാൾ ടാക്സ് അടയ്ക്കാത്തതിൻ്റെ കാരണത്തിൽ 18% സംതിങ് എന്ത് പേ ചെയ്യേണ്ടി വരും? നമ്മൾ ഈ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. പിടിയോ? ഇനി എക്സാം സപ്ലൈക്കകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കാര്യമാണ് വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും വാല്യൂ ഓഫ് സെക്യൂരിറ്റീസും. വെറുതെ ഈ സെക്ഷൻ 3 സെക്ഷൻ 17 സബ്സെക്ഷൻ 3 കിടക്കുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ, മൈൻഡ് ചെയ്യേണ്ട. സെക്ഷൻ 17 സബ്സെക്ഷൻ 3 കിടക്കുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, മൈൻഡ് ചെയ്യേണ്ട. പിടിയോ? കാരണം അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇവിടെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞില്ലേ 5 crores, ആ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം സപ്ലൈ വേണ്ടി വരുന്നില്ലേ? ആ എക്സാം സപ്ലൈക്കകത്ത് നിങ്ങൾ ഒരിക്കലും സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും സെയിൽ ഓഫ് സെക്യൂരിറ്റീസും ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ എനിക്കറിയാം. കഴിഞ്ഞില്ലേ പരിപാടി? ഇനി നിങ്ങളൊന്ന് പറഞ്ഞ് എന്താണ് ജോബ് വർക്കർ? നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഒരു ജോബ് വർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗുഡ്സ് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രോസസ്സിങ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു ഫർണിച്ചർ കമ്പനിയാണ്, വേറൊരു കമ്പനിയുണ്ട്, വേറെ ഏതൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഫേർണിച്ചേഴ്സിനകത്ത് എന്തെങ്കിലും വർക്ക്സ് ചെയ്തു തരും, കണ്ടില്ലേ? ആർട്ട് വർക്ക് കൊത്തി പണിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ നമുക്ക് വേണ്ട ശില്പങ്ങൾ, ആരുടെയെങ്കിലും ഫോട്ടോസ് അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഞാൻ ഒരു ഫർണിച്ചർ കമ്പനിയാണ്, ഞാൻ ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം ഞാനത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കൊടുക്കും. ആരുടെയും? ഈ ജോബ് വർക്കറിൻ്റെ. ജോബ് വർക്കർ ആ സാധനം പ്രോസസ്സ് ചെയ്യണം. അതെന്താണ്? എൻ്റെ ഇൻപുട്ട് ഗുഡ്സ് ആണ്. എൻ്റെ ഇൻപുട്ട് ഗുഡ്സ് പ്രോസസ്സ് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ജോബ് വർക്കർക്ക് ആ സാധനം എത്തിച്ചു കൊടുക്കുമ്പോൾ പ്രിൻസിപ്പൾ ഒരു ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യും. ആ ചെല്ലാനകത്ത് എന്ത് ഡീറ്റെയിൽസ് കാണും? നമ്മുടെ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാല്യൂ, എത്ര വാല്യൂനാണ് ജോബ് വർക്ക് ചെയ്യുന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അതിനകത്തുണ്ടാവും. എന്ന് തിരിച്ചു തരുമെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജോബ് വർക്കറിന് അത് കിട്ടി. ഇനി സപ്പോസ് ആ ജോബ് വർക്കർ ഇത് വീണ്ടും മറ്റൊരു ജോബ് വർക്കർ കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം ചെല്ലാൻ തന്നെ അങ്ങോട്ടേക്ക് എൻഡോസ് ചെയ്താൽ മതി. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം തിരിച്ച് ഈ പറഞ്ഞ 1 yearനുള്ളിൽ കിട്ടണം. സപ്പോസ് 1 yearനുള്ളിൽ കിട്ടിയില്ലെങ്കിലോ, എന്നാണോ നമ്മൾ ഈ ജോബ് വർക്കറിന് ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തത് അന്ന് അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ GST അടച്ചില്ല എന്നുള്ള രീതിയിൽ അവർ 18% അല്ലെങ്കിൽ സംതിങ് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നമ്മുടെ കയ്യിൽ നിന്ന് GST മേടിക്കും. കഴിഞ്ഞില്ലേ പരിപാടി? സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ശരി. ഇനി അടുത്തൊരാളാണ് ISD. പണ്ട് STD ISD എന്ന് പറയുന്നിട്ടില്ലേ? അതായത് നമ്മുടെ
ഇൻ്റർനാഷണൽ കോളും നമ്മുടെ ലോക്കൽ കോളും STD ISD എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? ശരി, ഇത് ആ STD അല്ല, ഇത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്താണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മുടെ ഹെഡ് ഓഫീസാണത്. നമ്മുടെ ഹെഡ് ഓഫീസ് ഇതുണ്ടോ, വലിയ ബിൽഡിങ്ങാണ്. ഇതാണ് നമ്മളെ ഹെഡ് ഓഫീസ്. ഇവിടെ കുറേ നിലകളൊക്കെ ഉണ്ട്. ഇത് ഹെഡ് ഓഫീസിന് കുരിപ്പൊന്നുമല്ല, പിമ്പിൾസ് ഒന്നുമല്ല. ഇത് നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ജനലും വാതിലൊക്കെയാണ്. നമ്മുടെ ഹെഡ് ഓഫീസാണ് ഹെഡ് ഓഫീസ് എവിടെയുള്ള ഹെഡ് ഓഫീസ് ഉള്ളത്? നമ്മുടെ കൊച്ചിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. സംശയമുണ്ടോ? ഇല്ല. നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഒരു ബ്രാഞ്ച് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ബ്രാഞ്ച് ഉള്ളത് നമുക്ക് ഡൽഹിയിലാണ്. ഓക്കെ, അടുത്ത ബ്രാഞ്ച് നമുക്കുള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്ഥലത്ത് മഹാരാഷ്ട്രയും ഡൽഹിയിലും തമിഴ്നാട്ടിലും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്യാണ്? ഷാറുഖ് ഖാനെ കൊണ്ട് ആഡ് ചെയ്യാണ്. ഷാറുഖ് ഖാനെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. ഷാറുഖ് ഖാനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പോവാം. ആഡ് ചെയ്യാൻ പോവാം. ഷാറുഖ് ഖാൻ ആഡ് ചെയ്യുന്നതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് 50 crores ആണ്. 50 കോടി രൂപയാണ് ആഡ് ചെയ്യുന്നതിന് ഷാറുഖ് ഖാനെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പണ്ട് നമ്മുടെ വിരാട് കോഹ്ലിക്ക് ചെറിയ വിക്സ് ഗുളിക, വിക്സ് മിഠായില്ലേ, ആ 1 രൂപയുടെ മിഠായിയാണ്. ആ പരസ്യത്തിൽ അഭിനയിച്ചതിന് അന്ന് വരെ ഇന്ത്യയിൽ കൊടുത്ത റെമ്യൂണറേഷൻ്റെ റെക്കോർഡ് റെമ്യൂണറേഷൻ ആയിരുന്നു. എത്ര കോടി രൂപ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ നോക്കിടാ, ഇത് നമ്മുടെ എക്കണോമിക് ടൈംസിൻ്റെ അന്ന് വന്ന സംഭവമാണ്. എന്താ നോക്കി, വിരാട് കോഹ്ലി പുള്ളിക്കാരൻ 2017 ഈ വിക്സിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതിന് ഒരു ദിവസത്തേക്ക് കൊടുത്തത് 5 crores ആണ്. ഒരു ദിവസത്തേക്ക് റെമ്യൂണറേഷൻ കൊടുത്തത് 5 crores ആണ്. അത് അന്നത്തെ ഹയസ്റ്റ് എമൗണ്ട് ദ ഇന്ത്യൻ സെലിബ്രിറ്റീസ് ആയിരുന്നു. ഇന്ത്യൻ സെലിബ്രിറ്റീസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. അതിന് മുന്നേ വരെ 4 crores 2.5 crores ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ തൊട്ട് താഴെ അതിൻ്റെ സെക്കൻഡ് പോപ്പുലർ MS ധോണി ഉണ്ട്, രൺവീർ സിംഗും രൺവീർ കപൂറിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 5 കോടി രൂപയാണ് എന്ത് ചെയ്തത്? ഒരു ദിവസം ഈ പരസ്യത്തിൽ അഭിനയിച്ചതിന് വിരാട് കോഹ്ലിക്ക് കൊടുത്തത്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ഒരു ദിവസം പരസ്യത്തിൽ അഭിനയിച്ചതിന് വിരാട് കോഹ്ലിക്ക് എത്ര കൊടുത്തു? 5 കോടി രൂപ കൊടുത്തു. മൊത്തം നമ്മൾ 10 ദിവസം പരസ്യം ഷൂട്ടിന് വേണ്ടി വന്നു. അപ്പോൾ മൊത്തം 50 കോടി രൂപ കൊടുത്തു. വിരാട് കോഹ്ലി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇനി വിരാട് കോഹ്ലി ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതെ, കാരണം വിരാട് കോഹ്ലി തൻ്റെ സ്കില്ലും തൻ്റെ ടാലൻറ്റും തൻ്റെ ഒക്കേഷനും ഒക്കെ കൊണ്ട് ചെയ്യുന്ന ബിസിനസ്സാണിത്, അല്ലേ? വിരാട് കോഹ്ലി ആക്ടിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു വൊക്കേഷനാണ്. അതൊരു ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഒരു സപ്ലൈ ഓഫ് സർവീസാണ്. പുള്ളിക്കാർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ 50 കോടി രൂപ വിരാട് കോഹ്ലി കൊടുത്തു കഴിഞ്ഞാൽ 50 കോടി പ്ലസ് ഇപ്പോൾ സപ്പോസ് 10%, സ്ഥിര എക്സാമ്പിൾ 10% ആണ് GST റേറ്റ് എങ്കിൽ 50 + 10 എത്ര വരിക? ഒരു 5 crores GST വരും. അപ്പോൾ ടോട്ടൽ നമ്മൾ 55 കോടി വിരാട് കോഹ്ലിക്ക് കൊടുക്കും. 55 crores വിരാട് കോഹ്ലിക്ക് കൊടുക്കും. വിരാട് കോഹ്ലി 5 crores എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 5 crores ITC എടുക്കാൻ പറ്റുമോ? ITC എടുക്കാൻ പറ്റും. ITC എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ഹെഡ് ഓഫീസ് എവിടെയുള്ള? കൊച്ചിയിലാണുള്ളത്, കേരളത്തിലാണുള്ളത്. അപ്പോൾ എനിക്ക് കേരളത്തിൽ മാത്രമേ ഈ പറഞ്ഞ ITC എടുക്കാനായിട്ട് പറ്റൂ. കാരണം GSTയിൽ രജിസ്ട്രേഷൻ സ്റ്റേറ്റ് വൈസാണ്. അപ്പോൾ എനിക്ക് സപ്പോസ് കേരളത്തിലൊരു 3-4 ബ്രാഞ്ച് ഉണ്ട്, എല്ലാം ഒരു രജിസ്ട്രേഷൻ ഓർഡറിലാണ് വരുന്നതെങ്കിൽ ആ ബ്രാഞ്ചുകൾക്കെല്ലാം ഈ സാധനം എടുക്കാം. പക്ഷേ എനിക്ക് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും സെയിലുണ്ട്. മറ്റൊരു സ്റ്റേറ്റാണ്, മറ്റൊരു യൂണിയൻ ടെറിട്ടറി, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി എവിടെയെങ്കിലും ആയിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ നിന്നുണ്ട് സെയിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കടാ, ഈ പറഞ്ഞ 5 കോടി രൂപ GSTയുടെ ITC എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എല്ലാ ബ്രാഞ്ചിലും എടുക്കണം. ഈ വിരാട് കോഹ്ലി ഈ വിക്സ് മുട്ടായിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അഭിനയിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ സ്റ്റേറ്റിലും സെയിൽ നടക്കും, അല്ലേ? അപ്പോൾ ഓരോ സ്റ്റേറ്റുകൾക്കും ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ITC കിട്ടണമായിരുന്നു. പക്ഷേ കിട്ടാത്തതിൻ്റെ കാരണം ഇത് സാധനം കിടക്കുന്ന എവിടെയാണ്? കൊച്ചിയിലാണ്, കേരളത്തിൽ നമുക്ക് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഗവൺമെൻറ് പറയാം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഡൽഹി ബ്രാഞ്ചിനെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നിങ്ങൾ അതിനെ രജിസ്റ്റർ ചെയ്തോ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അതിന് എന്ത് ചെയ്തോ? രജിസ്റ്റർ ചെയ്തോ. അതിനെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ ക്രെഡിറ്റ് ഈ ഓരോരുത്തർക്കും ഞങ്ങൾ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് മാനറിൽ വീതിച്ചു കൊടുത്തു. ഇപ്പോൾ 5 കോടി രൂപയിൽ മഹാരാഷ്ട്രയ്ക്ക് ഒരു 2 കോടി, യുവമാർക്ക് ഒരു 2 കോടി, യുവനൊരു 1 കോടി. പക്ഷേ അതിനൊരു ലിമിറ്റ്, അതിന് ഒരു റൂൾസ് ഉണ്ട്. ഞങ്ങൾ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് രീതിയിൽ നിങ്ങൾ ആ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലിമിറ്റിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ ക്രെഡിറ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ ആ പ്രിസ്ക്രൈബ്ഡ് മാനർ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഡെഫിനേഷനും കാര്യങ്ങളും വായിച്ചതിന് ശേഷം ആ പ്രിസ്ക്രൈബ്ഡ് മാനർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 2 subsection 61 of CGST Act 2017, an input service distributor means an office. അതൊരു ഓഫീസാണ്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഓഫീസ് പോലെ തുടങ്ങിയിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. എൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്താൽ മതി.
അവിടെ സപ്ലൈ നടത്താം, അവിടെ ബിസിനസ് നടത്താം, എല്ലാം ചെയ്യാം. പക്ഷേ ആ ബ്രാഞ്ചാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ ക്രെഡിറ്റുകളും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള കോമൺ ക്രെഡിറ്റുകൾ, ഇപ്പോൾ സപ്പോസ് എൻ്റെ ഫേമുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസ് ആയിരിക്കും ഓഡിറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? ഹെഡ് ഓഫീസ് ആയിരിക്കും ഒരു ഓഡിറ്ററിനെ നിശ്ചയിക്കുന്നത്. ഓഡിറ്റർ എല്ലാ ബ്രാഞ്ചിലും പോകും. ഒരു 100 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 100 ബ്രാഞ്ചിലും പോകും. ഈ 100 ബ്രാഞ്ചിലേക്ക് ഓഡിറ്റ് ചെയ്തതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓഡിറ്റർ CAO CMA ഒക്കെ വന്നിട്ട് നമുക്ക് അവരുടെ എമൗണ്ട് പ്ലസ് GST നമ്മുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓരോ ബ്രാഞ്ചിലേക്ക് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിനെ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും. നമ്മുടെ ഓഫീസ് കണ്ടോ, ഓഫീസ് ഓഫ് ദി സപ്ലയർ ഓഫ് ഗുഡ് സർവീസ് ഓർ ബോത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ ഓരോ ഇൻവോയ്സും ഡയറക്റ്റ് ചെയ്യും. കണ്ടോ, നമ്മളിപ്പോൾ ഓഡിറ്റ് നടത്തി, അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് പേയ്മെൻറ്റ് കൊടുത്തു, ഇതെല്ലാം ഹെഡ് ഓഫീസിലേക്ക് മേടിക്കും. നമ്മൾ ഈ പറഞ്ഞ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ടാക്സ് മേടിക്കും. നോക്കി, വിച്ച് റിസീവ്സ് ദ ടാക്സ് ഇൻവോയ്സ് under section 31 of CGST Act 2017 onwards receipt of input service. ഓക്കെ, ശരി. എന്നിട്ട് എന്താ ഇവർ ഈ പറഞ്ഞ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താ ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യും. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും ആസ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് ടു സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് പെയ്ഡ് ഓൺ ദ സെറ്റ് സർവീസ് ടു ദ സപ്ലയർ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഹാവിംഗ് സെയിം പാൻ. പിടികിട്ടിയോ? അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ ഇൻവോയ്സ് എല്ലാം ഇങ്ങോട്ടേക്ക് റേസ് ചെയ്യും. അതായത് ക്രെഡിറ്റ് എല്ലാം പുള്ളിക്കാരൻ ഏറ്റെടുക്കും. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഓരോ ബ്രാഞ്ചുകൾക്ക് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് CGST ആയിട്ടും SGST ആയിട്ടും IGST ആയിട്ടും UTGST ആയിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. നിങ്ങൾ നോക്കടാ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നല്ലേ ഞാൻ കൊടുത്തേക്കുന്നത്? ഇൻപുട്ട് സർവീസ് അല്ലേ? അതിൻ്റെ അർത്ഥം ഗുഡ്സിന് ഈ പ്രൊവിഷൻ നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ അവരുടെ ആവശ്യം പോലും ഇല്ല. നോട്ട് ആപ്ലിക്കബിൾ. എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യമില്ലാത്തത്? ഇപ്പോൾ ഗുഡ്സ് ഹെഡ് ഓഫീസ് വാങ്ങി, അത് ഓരോ ബ്രാഞ്ചുകൾക്കും കൊടുക്കുന്നുണ്ട്. അതിനെ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിനെ സപ്ലൈ മേടിക്കണം എന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസ് ടാക്സ് പേ ചെയ്യണം. അതുപോലെ ബ്രാഞ്ചുകൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കും എന്നും പറഞ്ഞു. അപ്പോൾ ബ്രാഞ്ചുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്താ? അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ്. ഹെഡ് ഓഫീസ് ടാക്സ് പേ ചെയ്യും. അതുപോലെ അവന്മാർ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ITC ക്ലെയിം ചെയ്യും. അപ്പോൾ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ സർവീസിനെ മാത്രമാണ് ഇങ്ങനെ ബ്രാഞ്ചുകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാത്തത്. അതിന് വേണ്ടിയിട്ട് എന്താ കൊണ്ടുവന്നത്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സെക്ഷൻ 21 കൊണ്ടുവന്നു. 21 അല്ല 20 കൊണ്ടുവന്നു. പിടികിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ മെക്കാനിസം ഈസ് മെൻറ്റ് ഓൺലി ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ക്രെഡിറ്റ് ഓൺ കോമൺ ഇൻവോയ്സസ് പെർട്ടൈനിങ് ടു ഇൻപുട്ട് സർവീസ് ഓൺലി, നോട്ട് ഇൻപുട്ട് ഗുഡ്സ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് ഗുഡ്സുകൾക്കും ക്യാപിറ്റൽ ഗുഡ്സുകൾക്കും ഈ പ്രൊവിഷൻ നോട്ട് ആപ്ലിക്കബിൾ. കാരണം അവർക്കൊരു പ്രോപ്പർ ചാനലിൽ സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊവിഷനും കൂടി? അപ്പോൾ ഇനി നമുക്ക് ആ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ് പഠിക്കാം. ഇതെങ്ങോട്ട് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഒരു ബ്രാഞ്ച്, ഇപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ഹെഡ് ഓഫീസുണ്ട്. കൊച്ചിയിൽ തന്നെ അല്ലെങ്കിൽ കൊല്ലത്താണ് നമ്മുടെ സെയിൽ നടക്കുന്ന ഒരു ബ്രാഞ്ച്. പിന്നെ ഇത്രയും ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? ബ്രാഞ്ച് 1 ഉണ്ട്, ബ്രാഞ്ച് 2 ഉണ്ട്, ബ്രാഞ്ച് 3 ഉണ്ട്, ബ്രാഞ്ച് 4 ഉണ്ട്. 4 ബ്രാഞ്ച് ഇല്ലേ? 4 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ കേരളത്തിലുള്ള ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കേരളത്തിൽ തന്നെ നമ്മൾ ആ ITC കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാമെന്നറിയോ? CGST ആയിട്ടും കൊടുക്കാം, SGST ആയിട്ടും കൊടുക്കാം, IGST ആയിട്ടും കൊടുക്കാം, UTGST ആയിട്ടും കൊടുക്കാം. അത് സെയിം സ്റ്റേറ്റിലാണെങ്കിൽ SGST കൊടുക്കാം. ബാക്കിയുള്ള ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലേക്കാണെങ്കിൽ IGST ആയിട്ടേ കൊടുക്കാവൂ. പഠിക്കുക. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനില്ല. എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർലും പഠിക്കാനില്ല, ഫൈനലും പഠിക്കാനില്ല. ജസ്റ്റ് ഒരു ലിമിറ്റഡ് സെൻസിൽ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിലും ശ്രദ്ധിച്ചോ. മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷാൾ ഡിസ്ട്രിബ്യൂട്ട് ദ ക്രെഡിറ്റ്. എന്ത് ക്രെഡിറ്റ്? ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സെൻട്രൽ ടാക്സ് ഉണ്ടെന്ന് വെച്ചോ. അതായത് CGSTയുടെ ക്രെഡിറ്റ് ഉണ്ട്. എന്തുകൊണ്ട്? CGSTയുടെ ക്രെഡിറ്റ് പുള്ളിക്കാരൻ്റെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? CGST ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ IGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കിട്ടിയോ? ഇനി IGSTയുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിലോ IGSTയുടെ ക്രെഡിറ്റ് IGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ CGST ആയിട്ടോ അല്ലെങ്കിൽ SGST ആയിട്ടോ ട്രാൻസ്ഫർ ചെയ്യാം. കിട്ടിയോ? ഇനി സ്റ്റേറ്റിൻ്റെ ക്രെഡിറ്റ് ഉണ്ടെങ്കിലോ സ്റ്റേറ്റിൻ്റെ ക്രെഡിറ്റ് SGST ഉണ്ടെങ്കിൽ IGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, SGST ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഈ SGST ആയിട്ടും CGST ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിഫറൻറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ IGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ CGST ഉണ്ട്. അത് കേരളത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ CGST ആയിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ SGST ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അത് തമിഴ്നാട്ടിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ CGSTയെ
IGST ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് IGST ആയിട്ട് വേണം കൊടുക്കാൻ. സിമ്പിളായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. CGST CGST ആയിട്ടും IGST ആയിട്ടും, SGST SGST IGST ആയിട്ടും SGST ആയിട്ടും, അതുപോലെ IGST ആയിട്ടും S ആയിട്ടും C ആയിട്ടും കൊടുക്കാം. സ്റ്റേറ്റിന് സ്റ്റേറ്റ് ആയിട്ടും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടും. അപ്പോൾ IGST ആയിട്ടാണ് കൊടുക്കേണ്ടത്. വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ ആ സെയിം എമൗണ്ട് അങ്ങനെ തന്നെ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എങ്ങനെയാണ് കൊടുക്കുന്നത്? ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സച്ച് എ മാനർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. കണ്ടോ, ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡോക്യുമെൻറ്റ് തരും. ആ ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ITC എടുക്കാൻ പറ്റൂ. ഇത് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ സെക്ഷൻ 16 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ടുള്ള കണ്ടീഷൻസ് പഠിച്ചപ്പോൾ അവിടെ ആദ്യത്തെ കണ്ടീഷനാണ് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഒരു ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ഓർ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ് വേണം. ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, അല്ലെങ്കിൽ RCMൽ ടാക്സ് പേ ചെയ്യുമ്പോൾ റെസിപ്പിയൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബിൽ ഓഫ് എൻട്രി. അതുപോലെ ഒരു സാധനമാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ തരുന്ന ഡോക്യുമെൻറ്റ്. അതാണ് ഈ ഡോക്യുമെൻറ്റ്. പിടിയിട്ടോ. അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് ഇൻപുട്ട് തരുന്നു എന്ന് പറഞ്ഞിട്ട് തരുന്ന ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓരോ ബ്രാഞ്ചുകൾക്കും എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറഞ്ഞ സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നോക്കാം എന്താണ് ഐറ്റം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ മേ ഡിസ്ട്രിബ്യൂട്ട് ദ ക്രെഡിറ്റ് സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്, നെയിംലി ഇടിമിന്നലും. ഓക്കെ, എന്നാൽ നോക്കി, ദ ക്രെഡിറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ റെസിപ്പിയൻറ്റ് ഓഫ് ക്രെഡിറ്റ് അഗൈൻസ്റ്റ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് സച്ച് ഡീറ്റെയിൽസ്. എന്ത് വേണം? ഡോക്യുമെൻറ്റ് വേണം. അതുപോലെ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂട്ടർ. അതായത് നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ എത്ര, ഒരു 2 crores ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം 2 crores ക്രെഡിറ്റ് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കയ്യിലില്ലാത്ത ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റൂല. ശരി, അങ്ങനെയാണെങ്കിൽ ബാക്കിയൊന്ന് വായിച്ച് നോക്കിയേ. അതായത് the credit of tax paid on input service attributable to a recipient, അങ്ങനെയാണെങ്കിൽ the credit shall be distributed to only that recipient. എന്താ സംഭവം എന്താ പറഞ്ഞു തരട്ടെ. അതായത് ഏതെങ്കിലും പെർട്ടിക്കുലർലി ഒരു ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ആണെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് കൊടുക്കാവൂ. എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നമുക്കിപ്പോൾ മറ്റേ ഏഷ്യൻ പെയിൻസിൻ്റെ പരസ്യമില്ലേ? ഏഷ്യൻ പെയിൻസിൻ്റെ പരസ്യത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് അഭിനയിക്കുന്നത് ആരാണെന്നറിയോ? MS ധോണിയും അതുപോലെ മോഹൻലാലോ. കേരളത്തിൽ അഭിനയിക്കുന്ന MS ധോണിയും മോഹൻലാലോ. ഈ സെയിം പരസ്യം തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അഭിനയിക്കുന്നത് MS ധോണിയും കമൽഹാസനും ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദിയിലേക്ക് ഈ പരസ്യം വരുമ്പം MS ധോണിയും ഷാറൂഖ് ഖാനും ആയിരിക്കും അഭിനയിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് വേണ്ടിയിട്ടും ഓരോ ആളെ നമ്മൾ എടുത്തു. പിടിയോ? അപ്പോൾ MS ധോണിയുടെ പേയ്മെൻറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഓൾ ബ്രാഞ്ചസ്, എല്ലാ സ്റ്റേറ്റിലുള്ള എല്ലാ ബ്രാഞ്ചസിനും കൊടുക്കാം. ഓക്കെ, ഇനി മോഹൻലാലിന് കൊടുത്ത പേയ്മെൻറ്റ് ആട്രിബ്യൂട്ടബിൾ ടു സ്പെസിഫിക് റെസിപ്പിയൻ. ഏതാണ്? നമ്മുടെ കേരളത്തിലുള്ള ബ്രാഞ്ചുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിടിയോ? ഇനി തമിഴ്നാട്ടിൽ ഇപ്പോൾ കമൽഹാസനെ കൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ്റെ കൊടുത്ത ആ പേയ്മെൻറ്റിൻ്റെ ITC നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ? തമിഴ്നാട്ടിലെ ബ്രാഞ്ചുകൾക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റൂ. പിടിയോ? എങ്ങനെ കൊടുക്കണം? അവരുടെ ടേൺ ഓവറിൻ്റെ ബേസിൽ കൊടുക്കണം. അത്രേ ഉള്ളൂ. ഏത് ടേൺ ഓവറിൻ്റെ? ഒന്നുകിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവറിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വാർട്ടറിലെ ടേൺ ഓവറിൻ്റെ. ഇപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞ വർഷത്തിൻ്റെ ടേൺ ഓവറിൻ്റെ പ്രൊപ്പോർഷണൽ ബേസിൽ കൊടുക്കാം. ഇനി സപ്പോസ് കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഇല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 3 month, ഒരു ക്വാർട്ടറിൻ്റെ ഏതെങ്കിലും ഒരു 3 months, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 months എടുക്കാം. ആ 3 monthsൻ്റെ ടേൺ ഓവറിൻ്റെ ബേസിൽ കൊടുക്കാം. അത്രേ ഉള്ളൂ. പിടിയോ? സിമ്പിൾ കാര്യം. അപ്പോൾ ഈ താഴെ കിടക്കുന്ന പോയിന്റ്സും കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ. ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഓൺ ഇൻപുട്ട് സർവീസ് ആട്രിബ്യൂട്ടബിൾ ടു മോർ ദാൻ 1 recipient. ഒന്നിലധികം ബ്രാഞ്ചുകളുണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ദ ക്രെഡിറ്റ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്സ് such recipient to whom the input service distributor is attributable, and such distribution shall be pro rata basis on the base of the turnover of state അല്ലെങ്കിൽ union territory of such recipient during a relevant tax period. ഇപ്പോൾ സപ്പോസ് ടേൺ ഓവർ ഇല്ല, the aggregate turnover of all the recipients to whom such input tax credit attributable and which is operational in current year relevant period. സപ്പോസ് ഇതില്ലെങ്കിൽ last quarter അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the credit of input tax അല്ലെങ്കിൽ input tax is such attributable to all recipient of credit shall be distributed among the recipient on pro rata basis for relevant tax period അല്ലെങ്കിൽ aggregate turnover operational basis ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. തിയറി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കാം. ഈ റെലവൻറ്റ് പീരീഡ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. എന്താ റെലവൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ. ആ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇല്ലെങ്കിലോ ഒരു ക്വാർട്ടറിലെ ഇതാ കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ടേൺ ഓവർ എടുക്കാം. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ 3 വായിച്ച് നോക്കിയാൽ മതി. പിടിയോ? സിമ്പിളായിട്ട് നിങ്ങൾ എക്സാമ്പിൾ ആലോചിച്ച് നോക്കാം. അതായത്
ഏഷ്യൻ പെയിൻസിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് മോഹൻലാലും MS ധോണിയും വന്നു. MS ധോണിയുടെ പേയ്മെൻറ്റ് എല്ലാ സ്റ്റേറ്റുകൾക്കും യൂസ് ചെയ്യാം. കാരണം ഇതേ സെയിം MS ധോണിയുടെ പേയ്മെൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, MS ധോണി ഒരു വട്ടേ അഭിനയിക്കണം, എന്നിട്ട് ഓരോ സ്ഥലത്തേക്കും ഡബ്ബാണ് ചെയ്യുന്നത്. എന്നിട്ട് മോഹൻലാലിൻ്റെയും കമൽഹാസനെയും എല്ലാവരെയും ചെയ്യും ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ MS ധോണിക്ക് കൊടുത്ത പേയ്മെൻറ്റ് എത്രയാണോ ആ പേയ്മെൻറ്റ് എല്ലാ സ്റ്റേറ്റുകളിലേക്കും സെയിം നമ്മുടെ സെയിം പാനലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെ ബ്രാഞ്ചിലേക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി മോഹൻലാൽ അഭിനയിച്ച ഇവിടത്തേക്ക് വേണ്ടിയിട്ട് മാത്രം, കേരളത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കേരളത്തിലേക്കുള്ള സപ്ലൈയിൽ സ്പെസിഫിക് റെസിപ്പിയൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് സപ്ലൈ എങ്കിൽ ആ സ്പെസിഫിക് റെസിപ്പിയൻറ്റിലേക്ക് മാത്രമേ ഈ പറഞ്ഞ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ശരി. എന്നിട്ട് കേരളത്തിലൊരു 3 ബ്രാഞ്ചുണ്ട്. 3 ബ്രാഞ്ചുകളുടെയും ടേൺ ഓവർ റേറ്റ് പലതാണ്. അപ്പോൾ എന്താണ് മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു തൊട്ട് പ്രീവിയസ് ഉള്ള ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ഉള്ള ടേൺ ഓവറിൻ്റെ ബേസിൽ നടത്താം. ഓക്കെ. ഇനി തൊട്ട് പ്രീവിയസ് ഉള്ള ടേൺ ഓവർ അല്ലെങ്കിൽ ലാസ്റ്റ് 3 months, ഏറ്റവും അവസാനമുള്ള 3 months ഇല്ലേ, ആ 3 monthsൻ്റെ ടേൺ ഓവർ ബേസിൽ നടത്താം. അത്രയുള്ള പരിപാടി. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ടേൺ ഓവർ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേൺ ഓവറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഏതാ നോക്കി, എവിടെയെങ്കിലും കിട്ടാൻ നോക്കി. ടാക്സ് ലെവിഡ് അണ്ടർ എൻട്രി നമ്പർ 84, അതുപോലെ 92A ഓഫ് ലിസ്റ്റ് 1 7th ഷെഡ്യൂൾ അത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ എൻട്രി നമ്പർ 51, 54 ഓഫ് ദ 2nd ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി, VAT, CST, സെൻട്രൽ സെയിൽസ് ടാക്സ് ഒക്കെ ഇല്ലേ, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഇതേ സെയിം സാധനം മുന്നേ പഠിച്ചല്ലേ, ഇത് ഇന്ന് കയറി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു പരിപാടി, ഖത്തം, ഫിനിഷ്. പിടിയോ, മനസ്സിലായോ? സിമ്പിൾ കാര്യങ്ങളല്ല പഠിച്ചത്. ഇതിൻ്റെ 2-3 എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, നമുക്കത് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഇതാ കിടക്കുന്ന എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നോക്കുന്നതിന് മുന്നേ ബാക്കി നിൽക്കുന്ന ഒരു സെക്ഷനുണ്ട് 21. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഡേയിൽ പറഞ്ഞെന്താ, ഫസ്റ്റ് ഡേയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് മൊത്തം പഠിക്കാനായിട്ടുള്ള സെക്ഷൻസിൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന് നോക്കി. പേജ് നമ്പർ 1 പോയി നോക്കി. പേജ് നമ്പർ 1 നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 16 ആയിരുന്നു. സെക്ഷൻ 16 അത് നമ്മൾ ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചു ഇല്ലേ. സെക്ഷൻ 16 നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചു. സെക്ഷൻ 17 പഠിക്കാൻ നമ്മൾ 2 ദിവസം എടുത്തു. ഓക്കെ. ഇനി 18 പഠിക്കാനോ, 18 പഠിക്കാനും 19 പഠിക്കാനും 20 പഠിക്കാനും 22 പഠിക്കാനും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസം എടുക്കും. 18, 19, 20, 21 ഇതെല്ലാം കൂടെ പഠിക്കാൻ ഒരു ദിവസം എടുത്തു. അപ്പോൾ ടോട്ടൽ 4 ക്ലാസ്സസ് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആ 21 എന്താണെന്ന്. മാനർ ഓഫ് റിക്കവറി ഓഫ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എക്സസ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ആ എമൗണ്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യണം എലോങ് വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതുപോലെ പറഞ്ഞ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇപ്പോൾ 1 കോടി രൂപയുടെ ക്രെഡിറ്റ് ആണ് ഉള്ളത്. പുള്ളിക്കാരൻ നമ്മുടെ ബ്രാഞ്ചിലെ ഒരു 1.5 കോടി രൂപയുടെ ക്രെഡിറ്റ് കൊടുക്കുക ബെനിഫിറ്റ്. അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 1/2 കോടി രൂപ ഷുഡ് ബി റിവേഴ്സ് ടു ദ ഗവൺമെൻറ് എലോങ് വിത്ത് ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അതാണ് 21 പറയുന്നത്. ചുമ്മാ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ. When the input service distributor distributes the credit in the contravention of the provision contained in section 20, okay, resulting in excess distribution of the credit, okay, to one or more recipient of credit. കണ്ടോ, ഒന്നോ അതിലധികം റെസിപ്പിയൻസിനോ നമ്മൾ എക്സസ് ക്രെഡിറ്റ് കൊടുത്തു. ഓക്കെ. ബാക്കി വെച്ച് നോക്കി. The excess credit so distributed shall be recovered, okay, from such recipient along with interest. പിടിയോ, അത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ 1/2 കോടി രൂപയുടെ ക്രെഡിറ്റ് കേരളത്തിലുള്ള ഒരു ബ്രാഞ്ചിന് എക്സസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ 1/2 കോടി രൂപയുടെ ക്രെഡിറ്റ് വിൽ ബി റിക്കവേർഡ് ഫ്രം കേരളത്തിലെ ബ്രാഞ്ച് എലോങ് വിത്ത് എന്ത്, എലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ഓക്കെ. ആൻഡ് ബാക്കി കാര്യങ്ങൾ വെറുതെ പറഞ്ഞിരിക്കുക, ചുമ്മാ കേട്ടോക്കെ മതി. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 72, 73 ആൻഡ് 74 ആസ് ദ കേസ് മേ ബി ഷാൽ ബി മ്യൂട്ടാറ്റസ് ആൻഡ് മ്യൂട്ടേറ്റസ് ആപ്ലിക്കബിൾ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദ എമൗണ്ട് ടു ബി റിക്കവേർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73-ലെയും 74-ലും ഞങ്ങൾ കുറേ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഈ മ്യൂട്ടാറ്റസ് മ്യൂട്ടേൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂട്ടാറ്റസ് മ്യൂട്ടേൻഡസ് ചുമ്മാ തെറ്റിക്കിടക്കുന്ന വേർഡല്ല. അതായത് എന്തെങ്കിലും നെസസറി ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും നെസസറി ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തിയിട്ട്. അത് നമ്മൾ ലോയിൽ നിങ്ങൾ ഏത് ലോസ് നോക്കിയാൽ മതി, മിക്ക ലോസിലും ഈ പറഞ്ഞ മ്യൂട്ടാറ്റസ് മ്യൂട്ടേൻഡസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഈ ഒരു എന്താ ഒരു പറച്ചിൽ എന്താണ് പറയുക ഫ്രേസ് ഉണ്ടാവും. ഓക്കെ. അതായത് നെസസറി ചേഞ്ചസ് മെയ്ഡ്, ആവശ്യമുള്ള ചേഞ്ചസ് ഉൾക്കൊണ്ടുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ജസ്റ്റ് തിയറി പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചാൽ മതി. സെക്ഷൻ 21 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് നോക്കാം. എവിടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ്? ഇവിടെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതെ. അത് കഴിഞ്ഞ് ചേഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മെർജർ ഡിമെർജർ സെയിൽസ് അതൊക്കെ പഠിച്ചാണ്. കോമ്പോഷൻ ലെവി തിരിച്ച് നോർമൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ഹോളി എക്സംപ്റ്റഡ് ആയിട്ട് മാറുന്നു. ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ പഠിച്ചതാണ്. മാനർ ഓഫ് ഡിസ്പോസൽ അതൊക്കെ പഠിച്ചാണ്. നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ മെറ്റീരിയൽ, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷറി. കാരണം ഇതൊക്കെ ജസ്റ്റ് ഒരു വേർഡിങ്സിൽ ഇതാ ഇത്രയും കൊണ്ട് തീർത്തേക്കുക, പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ. അതുപോലെ മാനർ ഓഫ് ക്ലെയിമിംഗ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ കേസസ്, സ്പെഷ്യൽ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസ്, റൂൾ 40 പഠിച്ചതാ. കണ്ടോ, 5 year per quarter പാർട്ട് ദെയർ ഓഫ് നമ്മൾ കുറച്ച് കളയേണ്ടി വരും. അതിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളുക. ഓക്കെ. അത് കഴിഞ്ഞ് റൂൾ 41 പറഞ്ഞ രണ്ട് ITC GST ITC 02 നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും.
റൂൾ 40 അതിൻ്റെ എക്സാമ്പിൾ ഇത് നോക്കണം. യൂസ്ഫുൾ ലൈഫിൻ്റെ കാര്യം പറയുന്നത്. യൂസ്ഫുൾ ലൈഫിൻ്റെ കാര്യം, ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ യൂസ് ചെയ്ത് 4 വർഷം 6 മാസം 15 ദിവസമാണ്. 4 വർഷം 6 മാസം 15 ദിവസമാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? 4 വർഷം 7 മാസമായിട്ട് ട്രീറ്റ് ചെയ്യാം. 4 വർഷവും 7 മാസമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി എത്ര മാസമുണ്ട്? മൊത്തം ടോട്ടൽ 5 വർഷമാണുള്ളത്. 4 വർഷവും 7 മാസവും യൂസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ എത്ര മാസമുണ്ട്? 8ാമത്തെ മാസം, 9ാം ദിവസം, 10ാം ദിവസം, 11ാം ദിവസം, 10ാം ദിവസം. ഇനി ആകെ 5 മാസമാണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റിനെ 5/60 ചെയ്യുമ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. കാരണം GST ITC 03 GST ITC 03 GST ITC 03 പഠിച്ചതാണ്. താഴോട്ടെ 19 ആപ്ലിക്കബിൾ ടു ആറ്? നമ്മുടെ ജോബ് വർക്കർ അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറേ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂൾ 45 ചലാൻ്റെ കാര്യമാണ് പറയുന്നത്. ചലാൻ്റെ കാര്യം, ആ ചലാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. April 1 അല്ലെങ്കിൽ October 1. അതിൻ്റെ മാനർ എന്താണ്? 5 crores എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇയർലി ബേസിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അയാളുടെ കാര്യത്തിൽ ആ ഒരു മെക്കാനിസം പറ്റിയിട്ട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ സെക്ഷൻ 20 മാനർ, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന മാനർ, ഈ ഓരോ സെക്ഷൻസും ഈ ഓരോ പ്രൊവിഷൻസും നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ്. ഓക്കെ, റെലവൻറ്റ് പീരീഡ് എന്താണെന്ന് പഠിച്ചതാണ്, എല്ലാം പഠിച്ചതാണ്. ഓക്കെ, ഇതാ എക്സാമ്പിൾ കിടപ്പുണ്ട്, നോക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കി, XYZ Limited having a head office in Mumbai, okay, is registered as input service distributor. അപ്പോൾ ഹെഡ് ഓഫീസിനെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എങ്ങനെയാണ്? മുംബൈ ബ്രാഞ്ചിനെ. ഓക്കെ, ഇറ്റ് ഹാസ് 3 units in different states. 3 യൂണിറ്റ് ഉണ്ട്. എവിടേക്കാണ് നോക്കിയാൽ? മുംബൈയിലൊരു യൂണിറ്റ് ഉണ്ട്, അതുപോലെ ജബാൽപൂർ ഒരു യൂണിറ്റ് ഉണ്ട്, ഡൽഹിയിലൊരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, വിച്ച് ആർ ഓപ്പറേഷണൽ ഇൻ കറണ്ട് ഇയർ. അത് കറണ്ട് ഇയറിൽ ഓപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മിസ്റ്റർ XYZ Limited furnish the following details information of the month of May 2022 asks for the permission of distribution to distribute the below input tax credit in various units. Okay, CGST paid ആണ് ഇൻ സെവറൽ യൂസ്. മുംബൈയിലെ യൂസിന് വേണ്ടിയിട്ട് കൊടുത്ത CGST ആണ്. 3 ലക്ഷം രൂപയുടെ GST ഉണ്ട്. അതുപോലെ IGST, CGST, SGST നമ്മൾ പേ ചെയ്തു. എന്താ? ഓരോ സ്ഥലത്തേക്ക് വേണ്ടിയിട്ട്, എല്ലാ യൂണിറ്റ്സിനേക്കും വേണ്ടിയാണ് കൊടുത്തത്. എത്രയാണ്? 12 lakh rupees. അപ്പോൾ നോക്കി, മുംബൈയിലെ യൂണിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത 3 lakh rupees മുംബൈയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള യൂണിറ്റ്സിലേക്ക് എല്ലാം കൂടെ വേണ്ടി കൊടുത്ത 12 lakh rupees നമുക്ക് 3 സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവരുടെ ടേൺ ഓവർ ലിമിറ്റും താഴെ തന്നിട്ടുണ്ട്. അവരുടെ ടേൺ ഓവർ നോക്കി, 3 സ്ഥലത്തെയും ടേൺ ഓവർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 100 100,000 10,000 lakh 10 lakh crore 10 കോടി രൂപയാണ് എല്ലാ ടോട്ടൽ ടേൺ ഓവർ. ആ 10 കോടിയിൽ 5 കോടി വന്നത് എവിടെ നിന്നാണ്? മുംബൈയിൽ നിന്നും. ബാക്കി 3 കോടി വന്നത് ഈ പറഞ്ഞ ജബലാപൂരിൽ നിന്നും. അതുപോലെ ബാക്കി 2 കോടി വന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറഞ്ഞ ഡൽഹിയിൽ നിന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ടേൺ ഓവർ ബേസിൽ കൊടുക്കുകയാണെങ്കിൽ ടേൺ ഓവറിൻ്റെ 50%, 30%, 20% ക്രെഡിറ്റോ. ഇനി നിങ്ങൾ നോക്കി, നമ്മുടെ ആദ്യത്തെ ക്രെഡിറ്റ് CGSTയുടെ ക്രെഡിറ്റിൽ CGST ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ? CGST ആയിട്ട് IGST ആയിട്ടും കൊടുക്കാം. മുംബൈയിലെ ക്രെഡിറ്റ് ആണെങ്കിൽ മുംബൈക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ 3 lakhs ഉണ്ട്. ആ 3 lakhs ക്രെഡിറ്റ് നമ്മൾ മുംബൈയിൽ മാത്രം കൊടുത്തു. ഇനി ബാക്കി ടോട്ടൽ ക്രെഡിറ്റ് 12 lakhs ഉണ്ട്. ആ 12 lakhs ക്രെഡിറ്റ് നമുക്ക് ആർക്ക് കൊടുക്കാം? മുംബൈക്കും കൊടുക്കാം, ജബലാപൂരിനും കൊടുക്കാം, ഡൽഹിക്കും കൊടുക്കാം. മുംബൈക്കും കൊടുക്കാം, ജബലാപൂരിനും കൊടുക്കാം, ഡൽഹിക്കും കൊടുക്കാം. റെഡി കഴിഞ്ഞില്ലേ? അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് നമുക്ക് എത്ര കൊടുക്കാം? 15 lakhs, 9 lakhs, 3,60,000, 2,40,000. ഓക്കെ, അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഈ 12 lakhന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പോഷൻ ചെയ്യാം. ഈ 12 lakhന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പോഷൻ ചെയ്യാം. ഓക്കെ, ശരി. കൊടുക്കുമ്പോൾ ബാക്കി എമൗണ്ട് ഇതാ വരുന്നത്. കിട്ടിയോ? ഓക്കെ, ശരി. സോറിയാ, ഞാൻ പറഞ്ഞത് ഒന്ന് തെറ്റിപ്പോയി. ഈ 12 lakhsന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റില്ല. 12 lakhsന് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ റേഷ്യോ. 50%, 30%, 20%. അല്ലേ? 12 lakhsൻ്റെ 50% ആണ് എന്ത്? 12 lakhsൻ്റെ 50% ആണ് ഇത്. ഇത് 30%, ഇത് 20%. അല്ലേ? സോറി, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതായിപ്പോയതാണ്. ഈ റേഷ്യോയിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ 21 ചുമ്മാ പറഞ്ഞിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഈ അവൈൽമെൻറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇല്ലസ്ട്രേഷൻ 28 നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് ഇല്ലസ്ട്രേഷൻ 29 നമ്മൾ ചെയ്തു. 30 ചെയ്തു നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് എക്സാം സപ്ലൈ, കുറച്ച് നോർമൽ സപ്ലൈസ് ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവൈൽ ചെയ്യുന്നത് ചോദിച്ചേക്കാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് എന്ത് കിടപ്പുണ്ട്? എന്താ പറയുക? തിയറി ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ്? വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? GST അവൈൽ ചെയ്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണെങ്കിൽ നമുക്ക് GST ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? അതുപോലെ CGST, SGST, IGST ഇതിന് എല്ലാത്തിനെയും ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നുള്ളൂ. ടൈം ലിമിറ്റ് ഫോർ റീ അവൈലിംഗ്, FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റില്ലേ? വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും.
അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സന്തോഷത്തോടു കൂടി ഫിനിഷ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നാളത്തെ ക്ലാസ് രജിസ്ട്രേഷൻ ആയിരിക്കും, വിത്തൗട്ട് റിവിഷൻ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ഫ്രഷ് ചാപ്റ്ററാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. നന്നായിട്ട് പഠിക്കുക, എൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ബാക്കി പുറത്തുനിന്ന് എവിടെയെങ്കിലും ക്വസ്റ്റൻ കിട്ടുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻജിയാണ്. ബാക്കി ക്ലാസ് നമുക്ക് ബാക്കി കണ്ടത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.